الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള ദഅവത്തുമായി പ്രമുഖരായ പല ആളുകളെയും മക്കയിലും ത്വായിഫിലുമുള്ള പല ആളുകളെയും സമീപിച്ച് അവിടുത്തെ ആ ദഅവത്ത് സ്വീകരിക്കാൻ തയ്യാറാവാതെ, പ്രത്യേകിച്ച് ത്വായിഫിലും മക്കയിലുമുള്ള പല ആളുകളും പ്രവാചകനെ പല ജാതി പ്രയാസപ്പെടുത്തലുകളും കാര്യങ്ങളുമൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന പ്രയാസകരമായ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ദഅവത്തിനൊരു വിജയവും അതിന് സ്വീകാര്യതയും അതിന് സമൂഹത്തിലുള്ളൊരു അംഗീകാരവും അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ ഇടയിൽ ഇതിനൊരു പരിഗണനയുമൊക്കെ ഉണ്ട്, അത് വരാനിരിക്കുന്നു എന്നുള്ളതിലേക്കുള്ള സന്തോഷകരമായ ശുഭസൂചകമായ പല സന്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നതിൻ്റെ കൂട്ടത്തിൽ മുമ്പ് നമ്മൾ പറഞ്ഞു, ജിന്നുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖിറാഅത്ത് ഖുർആൻ പാരായണം കേൾക്കുകയും അവരുടെ സമുദായങ്ങളിൽ പോയി ഈ ദീനിലേക്ക് അവർ ജിന്നുകളെ ദഅവത്ത് നടത്തുകയും ചെയ്ത്, അതുപോലെ അതല്ലെങ്കിൽ അതിലേറെ മികച്ചു നിൽക്കുന്ന മഹത്തായ ഒരു സംഭവമാണ് ഇസ്ലാമിക ചരിത്രത്തിലുള്ള അൽ ഇസ്റാഉ വൽ മിഅ്റാജ് എന്ന് പറയുന്നത്. അൽ ഇസ്റാഉ വൽ മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ പ്രവാചകന്റെ വീട്ടിൽ ഒരു ദിവസം ഒരു രാത്രി അന്തി ഉറങ്ങുന്ന സമയത്ത് അവിടുത്തെ വീടിൻ്റെ മേൽക്കൂര അത് പിളർക്കപ്പെടുകയും അതിൽ കൂടെ മലക്കുകൾ ഇറങ്ങി വരികയും പ്രവാചകനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി സംസം കിണറിൻ്റെ ആ പരിസരത്ത് കൊണ്ടുപോയി അവിടുത്തെ നെഞ്ഞ് പിളർക്കുകയും നെഞ്ഞിൽ നിന്നുള്ള പല ഭാഗങ്ങളും അതിൽ നിന്ന് പുറത്തേക്കെടുത്ത് കഴുകി വൃത്തിയാക്കി പിന്നീട് ഇൽമും ഹിക്മത്തും കൊണ്ട് ആ നെഞ്ചടത്തിൽ നെഞ്ചിൻ്റെ കൂടിൽ അത് നിറക്കപ്പെടുകയും അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൂട്ടപ്പെടുകയും ചെയ്തതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന മലക്ക് അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തോടു കൂടെ ബുറാഖ് എന്ന് പറയുന്ന ഒരു മൃഗത്തിൻ്റെ പുറത്ത് മക്കയിൽ നിന്ന് ഷാമിലുള്ള ഫലസ്തീനിലുള്ള ബൈത്തുൽ മഖ്ദസിലേക്ക് രാത്രി പ്രവാചകനെയും കൊണ്ട് യാത്ര ചെയ്യപ്പെടുകയും അവിടെ വച്ച് ബൈത്തുൽ മഖ്ദസിൽ നിന്ന് പ്രവാചകന്മാർക്ക് മുഴുവനും ഇമാമായി നിസ്കരിച്ചതിൻ്റെ ശേഷം 7 ആകാശവും അതിൻ്റെ ഉപരിയിലേക്കുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ രാത്രി ഒരു പ്രയാണം നടത്തുകയും ചെയ്ത ആ സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ ഖുർആനിൽ കൂടെയും അതേപോലെ സഹീഹായ ഹദീസുകളിൽ കൂടെയും ഈ സംഭവം സ്ഥിരപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ കൂടെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിന എന്ന് പറയുന്ന ആ ആയത്തുകളിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്റാ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ബുഖാരി മുസ്ലിം റഹിമഹുമുള്ള പോലത്തെ ഹദീസിൻ്റെ സ്വീകാര്യോഗ്യമായ പണ്ഡിതന്മാർ രാത്രിയുള്ള മിഅ്റാജ് എന്ന് പറയുന്നതിൻ്റെ വിശദമായി കൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ആ സംഭവത്തിലേക്കാണ് മഹാനായ സഫിയുർ റഹ്മാൻ അൽ മുബാറക് പൂരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന ഈ ചരിത്ര ഗ്രന്ഥത്തിൽ ആ ഭാഗത്തിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത്. അൽ ഇസ്റാഉ വൽ മിഅ്റാജ് വബൈന നബിയ്യു സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം ഫി ഹാദിഹിൽ മർഹല, ഈ പറയുന്ന നുബുവത്തിൻ്റെ ഈ ഘട്ടത്തിൽ പ്രവാചകത്വം ലഭിച്ച ഈ സമയത്ത് التي كانت دعوته تشق فيها طريقا بين النجاح والاضطهاد, ഒരു ഭാഗത്തിൽ കൂടെ അതിന് വിജയം ലഭിക്കുന്നുണ്ട്. ഈ ദഅവത്ത് സ്വീകരിച്ചുകൊണ്ട് ആളുകൾ ഒന്നും രണ്ടുമായി ഒറ്റയും കൂട്ടവുമായി ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. മക്കയുടെ പുറത്തുള്ള മദീനയിലുള്ള യുവാക്കളൊക്കെ വന്ന് പ്രവാചകന്റെ ഈ ദഅവത്ത് സ്വീകരിച്ചു പോയ സന്തോഷകരമായ വിവരങ്ങളും റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ വൽ ഇൽത്തിഹാദ്, മക്കയിൽ നിന്നുള്ള ഖുറൈശികളിൽ നിന്നും അതിൻ്റെ പരിസരത്തുള്ള തായിഫിൽ നിന്നും മറ്റുള്ള ഗോത്രങ്ങളിൽ നിന്നുമൊക്കെ പ്രയാസപ്പെടുത്തലുകളും ഉപദ്രവങ്ങളും അതും നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വകാന തതറാഅ നുജൂമൻ വഈലതൻ തതലമ്മഹു ഫി ആഫാഖിൻ ബഈദ, വളരെ അതിവിദൂരമായ മേഖലകളിൽ പ്രദേശങ്ങളിൽ കത്തിപ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ദഅവത്തിനൊരു ഭാവിയുണ്ട്, ഇതിന് വിജയ സാധ്യതയുണ്ട്. മനുഷ്യർ മാത്രമല്ല ജിന്നുകൾ പോലും ഇത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
എന്നാൽ തൻ്റെ നാട്ടുകാരായ കണ്ണുമുന്നിലുള്ള ആളുകൾ ഇതിനെ തകർക്കാനും ഇതിൻ്റെ വക്താക്കളെ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആ ഒരു ഘട്ടത്തിൽ, പ്രബോധനത്തിൻ്റെ ആ ഒരു ഘട്ടത്തിൽ വഖഅ ഹാദിസുൽ ഇസ്രാഇ വൽ മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന സംഭവം അത് സംഭവിക്കുകയാണ്. ആ കാര്യം, ആ യാത്ര അതുണ്ടാവുകയാണ്. വഖ്തുലിഫ ഫീ തഅയീനി സമനിഹി അലാ അഖ്വാലിൻ ശത്ത, കൃത്യമായി ഇസ്രാ മിഅ്റാജ് ഏത് വർഷത്തിലാണ്, ഏത് മാസത്തിലാണ് എന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളും ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൃത്യമായി ഇന്ന വർഷത്തിലാണ്, ഇന്ന മാസത്തിലാണ് ഇസ്രാ മിഅ്റാജ് അത് ഉണ്ടായത് എന്നുള്ളതിന് സ്വീകാര്യയോഗ്യമായ ഒരു രേഖയോ കാര്യങ്ങളോ ഇല്ല തന്നെ. നമ്മുടെ നാടുകളിൽ എന്ന് മാത്രമല്ല, മറ്റ് മുസ്ലിം രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ആ ദിവസത്തിന് പ്രത്യേകമായ ഒരു ദിവസവും ആ ദിവസത്തിൽ സുന്നത്തായ നോമ്പും അതേപോലെ തന്നെ ഭക്ഷണപാനീയങ്ങളിലുള്ളൊരു വിശാലതയും ആഘോഷവുമൊക്കെ പലരും കൊണ്ടാടുന്നത് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇസ്രാ മിഅ്റാജ് ഏത് മാസത്തിലാണ്, ഏത് വർഷത്തിലാണ്, ആ മാസത്തിലാണെങ്കിൽ തന്നെ ഏത് ദിവസത്തിലാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ സ്വീകാര്യയോഗ്യമായ ഒരു രേഖയും ഈ ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ മറ്റു ആർക്കെങ്കിലോ രേഖപ്പെടുത്തി കാണിച്ചു തരാൻ ഇതുവരെ സാധ്യമായിട്ടില്ല. അങ്ങനെ ഒരു കൃത്യമായ ഒരു തെളിവ്, ഒരു ഡേറ്റ് ആ പറയുന്ന സംഭവത്തിൻ്റെ പേരിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ പറയുന്ന ദിവസം റജബ് മാസത്തിൻ്റെ 27-ാം രാവിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ചില ആളുകൾ നോമ്പനുഷ്ഠിക്കുന്നത് കാണാം. ഭക്ഷണപാനീയങ്ങളിലുള്ള ആഘോഷങ്ങളും അതേപോലെ തന്നെ അതിലുള്ള വിശാലതയും മറ്റും ചെയ്തു കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ബിദ്അത്തുൻ, അത് വഴിപഴച്ച ഒരു ആചാരമാണ്, അനാചാരമാണ്. ദീനുൽ ഇസ്ലാമുമായി അതിന് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം അധുനികരായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ ആ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞതാണ്. അന്നഹു ലം യഖും ദലീലുൻ മഅലൂമുൻ, അറിയപ്പെട്ട സ്വീകാര്യയോഗ്യമായ ഒരു തെളിവും തന്നെ ഇസ്രാ മിഅ്റാജ് ഇന്ന വർഷത്തിലാണ്, അതല്ലെങ്കിൽ ഇന്ന മാസത്തിലാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തിൻ്റെ ഇന്ന ദിവസത്തിലാണ് എന്ന് പറഞ്ഞതിന് മേൽ സ്വീകാര്യയോഗ്യമായ ഒരു തെളിവും തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ആ പറയുന്നതിൻ്റെ മാസത്തിലോ വർഷത്തിലോ ദിവസത്തിലോ അതിൽ റിപ്പോർട്ട് ചെയ്ത് വന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ അതിനെ കൃത്യമായി അതിനെ വിശകലനം ചെയ്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ബലഹീനമായതാണ്, സ്വീകരിക്കാൻ പറ്റാത്തതാണ്. ഒരുപാട് ആരോപണങ്ങൾ ഉള്ള, ബലഹീനതയ്ക്ക് സ്വീകരിക്കാൻ കൊള്ളാത്ത പല ജാതി വീഴ്ചകളുമുള്ള റിപ്പോർട്ടുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ആഘോഷങ്ങൾ കൊണ്ടാടുന്നതിനോ ആരാധനകൾ, പ്രത്യേകമായ ആരാധനകൾ ചെയ്യുന്നതിന് യാതൊരു തെളിവും ദീനുൽ ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ്. ഷെയ്ഖ് റഹിമഹുല്ലാഹി ഇവിടെ പറയുന്നു, അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. ഫഖീല, പറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ രേഖയില്ല, തെളിവില്ല, റിപ്പോർട്ടുകൾ വന്നതാണ്. കാനൽ ഇസ്റാഉ ഫി സനത്തില്ലതി അക്റമഹുല്ലാഹു ഫിഹാ ബിന്നുബുവത്തി ഇഖ്താറഹു തബരി റഹിമഹുല്ലാ, മുഫസ്സിറായ അദ്ദേഹത്തിന് ഒരു അഭിപ്രായം പറയുന്ന നുബുവത്ത് കിട്ടിയ ആ വർഷത്തിൽ തന്നെയാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായി എന്നുള്ളത്. നുബുവത്ത് കിട്ടിയ 1-ാമത്തെ വർഷത്തിൽ. മറ്റൊരു അഭിപ്രായം ഖുർത്തുബി റഹിമഹുല്ല പോലത്തെ ഹാഫിദ് നവവിക്കും അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നു, 5-ാമത്തെ നുബുവത്ത് കിട്ടിയ 5-ാമത്തെ വർഷത്തിലാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത്. വേറൊരു അഭിപ്രായം പറയുന്നു പിന്നെ റജബ് മാസത്തിൻ്റെ 27 രാത്രിയാണ് എന്ന അഭിപ്രായം പറയപ്പെടുന്നു. ഈ പറയുന്ന അഭിപ്രായങ്ങൾ മുഴുവനും തള്ളപ്പെട്ടതാണ്, വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തള്ളപ്പെട്ടതാണ്. എന്തുകൊണ്ട് എന്ന് ശേഷം പറയും. മറ്റൊരു അഭിപ്രായം പറയുന്നത് റമളാൻ മാസത്തിൽ 16-ന്റെ അന്നാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. 16-ന്റെ അന്നാണ് നുബുവത്ത് പ്രവാചകന് കിട്ടി 12-ാമത്തെ വർഷത്തിൽ, റമളാൻ മാസത്തിലാണ് എന്നൊരു അഭിപ്രായമുണ്ട്. നുബുവത്ത് കിട്ടി 13-ാമത്തെ വർഷത്തിലാണ്, അഥവാ ഹിജറ പോകുന്നതിൻ്റെ വളരെ അടുത്ത ആ സമയത്ത് മുഹറം മാസത്തിലാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അതേപോലെ നുബുവത്ത് കിട്ടി റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന് വേറൊരു അഭിപ്രായമുണ്ട്. ആദ്യം പറഞ്ഞ 3 അഭിപ്രായങ്ങളും ഒരു നിലക്കും സ്വീകരിക്കാൻ പറ്റാത്തതാണ്. വറുദ്ദത്തിൽ അഖ്വാലു സലാസത്തുൽ ഉവൽ, ആദ്യം പറഞ്ഞ 3 അഭിപ്രായങ്ങളും അത് നിരാകരിക്കപ്പെട്ടതാണ്. ഹിജറ നുബുവത്ത് കിട്ടിയ ആദ്യ വർഷത്തിൽ, അതല്ലെങ്കിൽ നുബുവത്തിൻ്റെ 5-ാമത്തെ വർഷത്തിൽ, അതല്ലെങ്കിൽ നുബുവത്തിൻ്റെ 10-ാമത്തെ വർഷത്തിൽ, റജബ് മാസത്തിൽ. ഈ പറയുന്ന 3 അഭിപ്രായങ്ങൾ ഒരു നിലക്കും സ്വീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം ബിഅന്ന ഖദീജത റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ
തൂഫിയത് ഫി റമളാന സനത അശ്രിൻ മിനൻ നുബുവ. നുബുവത്തിന്റെ 10ാമത്തെ വർഷത്തിൽ റമളാൻ മാസമാണ് അവർ വഫാത്താകുന്നത്. നുബുവത്തിന്റെ 10ാമത്തെ വർഷത്തിൽ റമളാൻ മാസത്തിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. വകാനത്ത് വഫാത്തുഹാ ഖബ്ല അൻ തുഫറള സ്വലവാത്തുൽ ഖംസ്. 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നതിന്റെ മുമ്പാണ് അവരുടെ വഫാത്ത്, അവരുടെ മരണം. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന സമയത്ത് 5 വക്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർളാക്കപ്പെട്ടിട്ടില്ല. 5 വക്ത് നിസ്കാരം പ്രവാചകന് നിർബന്ധമാക്കി അള്ളാഹു സന്ദേശം നൽകുന്നത് ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിലാണ്. അത് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇസ്രാ മിഅ്റാജിന്റെ ആ രാത്രിയിലാണ് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. ബുഖാരി, മുസ്ലിം പോലത്തെ ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ ഈ അഭിപ്രായത്തോട് കൂടെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ഹിജ്റ 10ാമത്തെ വർഷത്തിൽ വഫാത്താകുന്ന നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇസ്രാ മിഅ്റാജ് 10 വർഷത്തിന് മുമ്പ് നടന്നിട്ടേ ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായവും ഇല്ല താനും. പിന്നെ അതിൻ്റെ ശേഷമുള്ള ഈ പറയുന്ന വർഷങ്ങളിലാണ് നുബുവത്തിൻ്റെ 12ാമത്തെ വർഷത്തിൽ, അതിലെ 13ാമത്തെ വർഷത്തിലാണ് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറച്ചുകൂടി നിലനിൽക്കുന്നു. വലാ ഖിലാഫ അന്ന ഫർള സ്വലവാത്തിൽ ഖംസ് കാനത്ത് ലൈലത്തുൽ ഇസ്രാ. 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഇസ്രാഇന്റെ രാത്രിയിലാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ഹിജ്റ 10ാമത്തെ വർഷത്തിലാണ് വഫാത്താകുന്നത്. അപ്പോൾ അതുവരെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹിജ്റ നുബുവത്തിൻ്റെ 10 വർഷം മുമ്പ് 5 വക്ത് ഈ പറയുന്ന ഇസ്രാ മിഅ്റാജ് നടന്നിട്ടില്ല ചുരുക്കത്തിൽ. അമ്മൽ അഖ്വാലു സലാസത്തുൽ ബാഖിയ ഫലം അജിദ് മാ ഉറജ്ജിഹു ബിഹി വാഹിദൻ മിൻഹാ. ഹദീസിന്റെ പണ്ഡിതന്മാരും ചരിത്ര പണ്ഡിതന്മാരും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും മുഴുവനും പറയുന്നത് ഈ പറയുന്ന 3 അഭിപ്രായങ്ങൾ ഹിജ്റ നുബുവത്തിന്റെ 12ാമത്തെ വർഷത്തിലാണോ 13ാമത്തെ വർഷത്തിലാണോ എന്നുള്ളതിൽ ഏതെങ്കിലും ഒരു അഭിപ്രായം പ്രബലമായതായി സ്വീകരിക്കാൻ പറ്റുന്ന തെളിവുകൾ നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതാണെങ്കിലും ഇന്ന് ആളുകൾ റജബ് മാസം 27-നാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതിന് യാതൊരു തെളിവുമില്ല. ഇനി നമ്മൾ അവർക്ക് വേണ്ടി ഒരു പടി ഇറങ്ങിക്കൊടുത്തുകൊണ്ട് റജബ് മാസം 27-നാണ് എന്ന് സമ്മതിച്ചാൽ തന്നെ, ഇസ്രാ മിഅ്റാജ് റജബ് മാസം 27-ന്റെ രാത്രിയിലാണ് എന്ന് സമ്മതിച്ചാൽ തന്നെ, അള്ളാഹുവിൻ്റെ റസൂലോ അവിടുത്തെ ഖുലഫാഉർ റാഷിദുകളോ സഹാബികളോ താബിഈങ്ങളോ ഉത്തമരായി നൂറ്റാണ്ടിലുള്ള ആരും തന്നെ ഈ പറയുന്ന രാത്രി ഒരു ആഘോഷത്തിൻ്റെയോ ആരാധനയുടെയോ രാത്രിയായി അവരാരും അതിനെ കണ്ടിട്ടുമില്ല, അത് ചെയ്തിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അവിടുത്തെ വഫാത്തിൻ്റെ ശേഷം ഖുലഫാഉർ റാഷിദുകളാരും അത് ചെയ്തിട്ടില്ല. സഹാബിയുടെ കാലം കഴിഞ്ഞ് താബിഈങ്ങളുടെ കാലഘട്ടത്തിലോ ആ പറയുന്ന ഇസ്രാ മിഅ്റാജ് ആരാധനയുടെയോ ആഘോഷത്തിൻ്റെയോ രാത്രിയായി ആരും തന്നെ മുസ്ലിമീങ്ങൾ അത് കൊണ്ടാടിയിട്ടുമില്ല, അവരത് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വിരുദ്ധമായി അവർ ചെയ്യാത്തൊരു കാര്യം ആരാധനയായി ആഘോഷമായി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഈ മുൻഗാമിയുടെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചവരാണ്. അവർ ദലാലത്തിൻ്റെയും ബിദ്അത്തിൻ്റെയും വക്താക്കളാണ്. ഇസ്രാ മിഅ്റാജ് എന്താണ് എന്ന് പറയുന്നത് ബുഖാരി മുസ്ലിമിലൊക്കെ അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ആ സംഭവം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ പറയുന്ന ആ ഭാഗങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഖാല ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഉസ്രിയ ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബി ജസദിഹി അല സഹീഹ്. അല്ലാഹുവിൻ്റെ റസൂൽ ഇസ്രാ ഇലാപ്രയാണം മിഅ്റാജ് ഉണ്ടായത് സ്വപ്നത്തിലാണോ അതല്ല നേർക്ക് നേരെ തൻ്റെ ശാരീരികമായിട്ടുള്ള ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണോ? അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ പ്രബലമായ അഭിപ്രായം, സഹിഹായ അഭിപ്രായം, അല്ലാഹുവിൻ്റെ റസൂല് പൂർണ്ണമായി അവിടുത്തെ ശരീരം കൊണ്ട് ഉണർന്നിരിക്കുന്ന അവസരത്തിൽ, അതല്ലാതെ സ്വപ്നത്തിലോ ഉറക്കിലോ അല്ലാതെ പൂർണ്ണമായ ഉണർവിയിൽ തൻ്റെ ശരീരം കൊണ്ട് തന്നെയാണ് ഇത്ര ദീർഘമായ യാത്ര നടത്തിയത് എന്നുള്ളത് തന്നെയാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് എന്ന് പറഞ്ഞാൽ കൃത്യമായി പ്രവാചകൻ അന്ന് തൻ്റെ വീട്ടിൽ കടന്നുറങ്ങുന്ന സമയത്ത് അവിടുത്തെ വീടിൻ്റെ മേൽക്കൂര പിളർക്കപ്പെടുകയും മലക്ക് അതിൽ നിന്ന് ഇറങ്ങി വരികയും പ്രവാചകൻ അവിടെ നിന്ന് കാബ ഷരീഫിൻ്റെ പരിസരത്തേക്ക് സംസം കിണറിൻ്റെ ആ പരിസരത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ നെഞ്ഞിൻ്റെ ഭാഗങ്ങൾ അത് പിളർക്കുകയും അതിൽ നിന്ന് ചില അംശങ്ങളൊക്കെ ഒഴിവാക്കപ്പെടുകയും നല്ല ഇൽമും ഹിക്മത്ത് കൊണ്ട് അവിടെ നടക്കപ്പെടുകയും കഴുകി വൃത്തിയാക്കപ്പെടുകയും എന്ന് പറയുന്ന സഹിഹ ഹദീസുകൾ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ ബൈത്തുൽ മഖ്ദിസ്, മസ്ജിദുൽ അഖ്സയിലേക്ക്, ഷാമിലുള്ള ഫലസ്തീനിലുള്ള റാക്കിബൻ അലൽ ബുറാഖ് എന്ന് പറയുന്നൊരു വാഹനത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്തുകൊണ്ടാണ്. ജിബ്രീൽ തൻ്റെ കൂടെയുണ്ടായിരുന്നു. ബുറാഖ് എന്ന് പറയുന്നത് വെളുത്ത നിറത്തിലുള്ള, കഴുതയിലേറെ കുറച്ചുകൂടി ഉയരവും വലിപ്പവുമുള്ള, കോവർ കൈതയിലേറെ ഒരൽപ്പം ചെറിയതായ ഒരു മൃഗമായിരുന്നു. അതിൻ്റെ നിറം വെളുത്തതായിരുന്നു.
അതിൻ്റെ കണ്ണ് എവിടെയാണോ എത്തുന്നു ആ പ്രദേശത്തേക്ക് അതിൻ്റെ കാലത്തും ആ സൈസ് വേഗതയുള്ളതായിരുന്നു എന്നൊക്കെ സഹിഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സുഹ്ബത്ത് ജിബ്രീൽ അലൈഹി വസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെയാണ് യാത്ര. ഫനസല ഹുനാക, അങ്ങനെ മസ്ജിദുൽ അഖ്സയിൽ ഷാമിൽ ഫലസ്തീനിലുള്ള അവിടെ പ്രവാചകൻ ചെന്ന് ഇറങ്ങി. വസല്ല ബിൽ അംബിയാഇ ഇമാമൻ, എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായിക്കൊണ്ട് അവിടെ വെച്ച് നിസ്കരിച്ചു. വറബത്തൽ ബുറാഖ ബിഹലഖത്തി ബാബിൽ മസ്ജിദ്, ആ പള്ളിയുടെ കവാടത്തിൻ്റെ പിടിക്കാനുള്ള ആ വട്ടക്കണ്ണിയിൽ ഈ പറയുന്ന മൃഗത്തെ അവർ ബന്ധിക്കുകയും ചെയ്തു. കെട്ടിവെച്ച് പള്ളിയിൽ കടന്ന് അവിടെയുള്ള ഈ പ്രവാചകന്മാർക്ക് മുഴുവനും ഇമാമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. അല്ലാഹു അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ കൂടെ തെളിയിക്കാൻ ഉദ്ദേശിച്ചത് അല്ലാഹുവിൻ്റെ ഹിക്മത്ത്, ഈ പറയുന്ന പ്രവാചകൻ ഈ ലോകത്തുള്ള എല്ലാ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ജിന്ന് ഇൻസ് മുഴുവത്തിനും പ്രവാചകന്മാർ അടക്കമുള്ളവർക്ക് മുഴുവനും നേതാവാണ്, അവർക്കുള്ള ഇമാമാണ്, അവർക്ക് നേതൃത്വം കൊടുക്കാൻ അർഹനും യോഗ്യനുമാണ് എന്ന് തെളിയിക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ സുമ്മ വരിജ ബിഹി തിൽക്കല്ലെ, പിന്നെ ആ രാത്രി തന്നെ പ്രവാചകനെയും കൊണ്ട് കയറപ്പെട്ടു ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് ഇലസ്സമാഇ ദുനിയ, ദുന്യവിയായ നമ്മൾ ഈ കാണുന്ന ആകാശത്തിലേക്ക്. ഫസ്തഫ്തഹ ലഹു ജിബ്രീലു ഫഫുതിഹ ലഹു, ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിനെ വാതിലുകൾ കവാടങ്ങൾ തുറക്കാൻ വേണ്ടി അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കോട് ആവശ്യപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകാൻ വേണ്ടി ആ കവാടത്ത് തുറക്കപ്പെട്ടു. ഫറഅ ഹുനാലിക ആദം അബൽ ബഷർ, അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പിതാവായ മനുഷ്യരുടെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ വെച്ച് കണ്ടു. ഫസല്ലമ അലൈഹി, പിതാവിന് സലാം പറഞ്ഞു. ഫറഹബ ബിഹി വറദ്ദ അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹി വൻ നബിയ്യി സ്വാലിഹ്, ഏറ്റവും ഉത്തമനായ മകൻ, ഏറ്റവും നല്ല പ്രവാചകൻ, സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് സലാം അടക്കി. വ അഖറ ബിനുബുവത്തിഹി വൻ നബിയ്യി സ്വാലിഹി എന്ന് പറഞ്ഞു. നബിയാണ് എന്നുള്ളത് ആദം നബി അംഗീകരിച്ചു, സമ്മതിച്ചു. വ അറാഹുല്ലാഹു അർവാഹ ശുഹദാഇ അൻ യമീനിഹി വ അർവാഹൽ അഷ്ഖിയാഇ അൻ യസാരിഹി അർവാഹ സുഅദാഇ അൻ യമീനിഹി. ഇവിടെ ആരെങ്കിലും കയ്യിൽ ഈ പുസ്തകം ഉണ്ടോ? PDF എന്തെങ്കിലുമായിട്ട് ഉണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടോ? നോക്കണുണ്ടോ? അവിടെ എന്താണുള്ളത്? അറാഹുല്ലാഹു അർവാഹ അസ്സുഅദാഇ എന്നാണോ ഷുഹദാഇ എന്നാണോ അവിടെ ഉള്ളത്? ഷുഹദാഇന സുഅദാഇ എന്നാണ് അവിടെ കുറച്ചുകൂടി യോജിപ്പുള്ളത്. ഷുഹദാഇ എന്നുള്ളതല്ല, സുഅദാഇ എന്നുള്ള ആ നിലക്കാണ്. അഥവാ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ട് സുഅദാ എന്ന ഷുഹ എന്നുള്ള ഹ അല്ല, സുഅദാ അല്ലേ, സീനല്ലേ, സീനും ഐനുമാണ് അവിടെ ഉണ്ട്. അസ്സുഅദാഇൻ, ചിലതിൽ ഷുഹദാഇ എന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നർത്ഥം. വ അറാഹുല്ലാഹു അർവാഹ, എൻ്റെതിലും ഷുഹദാ എന്നാണ് ഇതിൽ കാണുക. വ അറാഹുല്ലാഹു അർവാഹ അസ്സുഅദാഇ അൻ യമീനിഹി, ഈ ലോകത്ത് വന്ന ജനങ്ങൾ, സൃഷ്ടികൾ, ഒരു വിഭാഗം ആളുകൾ വിജയിച്ചവർ, മുന്നേറിയവരാണ്, തൗഹീദും സുന്നത്തും സ്വീകരിച്ച്. മറ്റു വിഭാഗം ആളുകൾ പരാജയപ്പെട്ടവരാണ്, ഷിർക്കും കുഫ്റും ബിദ്അത്തും ദലാലത്തും അതിൻ്റെ വക്താക്കളായി പരാജയപ്പെട്ടവരാണ്. അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്താനങ്ങളിൽ നിന്ന് ഈ ലോകത്ത് വന്ന് വിജയിച്ച ആളുകളുടെ ആത്മാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. സുഅദാ, വിജയിച്ചവർ. വ അർവാഹൽ അഷ്ഖിയ, വലഭാഗത്ത്. വ അർവാഹൽ അഷ്ഖിയാഇ അൻ യസാരിഹി, ഈ ലോകത്ത് വന്ന് പരാജയപ്പെട്ട ആളുകളുടെ ആത്മാക്കൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഇടഭാഗത്തുമുണ്ട്. ഒന്നാമത്തെ ആകാശത്തിൽ ഈ രംഗം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണിച്ചു കൊടുത്തു. തുമ്മ വരിജ ബിഹി ഇലസ്സമാഇ അസാനിയ, രണ്ടാമത്തെ ആകാശത്തിലേക്ക് പ്രവാചകനെയും കൊണ്ട് കയറപ്പെട്ടു, തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ തുറന്നു കൊടുത്തു. ഫറഅ ഫിഹാ യഹ്യ ഇബ്നു സക്കരിയ വ ഈസ ഇബ്നു മറിയം, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകനായ യഹ്യ, മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ മകനായ ഈസ, ആ രണ്ടുപേരും അവർ കുടുംബക്കാരാണ്, ബന്ധുക്കളാണ്. ആ പറയുന്നവരുടെ അവിടെ വെച്ച് കണ്ടുമുട്ടി. ഫലഖിയഹുമാ വസല്ലമ അലൈഹിമ, അവരെ കണ്ടുമുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സലാം പറഞ്ഞു. അവർ രണ്ടാളും സലാം അടക്കി. അവർ മർഹബൻ ബിൽ അഖി സ്വാലിഹി വൻ നബിയ്യി സ്വാലിഹ്, ഉത്തമനായ സഹോദരൻ, ഉത്തമനായ പ്രവാചകൻ എന്ന് പറഞ്ഞ് അവർ സ്വാഗതം പറഞ്ഞു. തുമ്മ വരിജ ബിഹി ഇലസ്സമാഇ സാലിസ, മൂന്നാമത്തെ ആകാശത്തിലേക്ക് പ്രവാചകനെയും കൊണ്ട് കയറപ്പെട്ടു. ഫറഅ ഫിഹാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, അവിടെ വെച്ച് യൂസുഫ് നബിനെ കണ്ടുമുട്ടി, സലാം പറഞ്ഞു, സ്വാഗതം പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ആ സലാം അടക്കി. തുമ്മ ഉരിജ ബിഹി ഇലസ്സമാഇ റാബിയ, നാലാമത്തെ ആകാശത്തിലേക്ക്. ഫറഅ ഫിഹാ ഇദ്രീസ്, വാതിൽ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, മുമ്പ് പറഞ്ഞതുപോലെ. അങ്ങനെ അവിടെ വെച്ച് ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു, സലാം പറഞ്ഞു. അദ്ദേഹം ഇങ്ങോട്ട് സലാം അടക്കി സ്വാഗതം പറഞ്ഞു. അഖറ ബിനുബുവത്തിഹി. തുമ്മ ഉരിജ ബിഹി ഇല അസ്സമാഇ അൽ ഖാമിസ, അഞ്ചാമത്തെ ആകാശത്തിലേക്ക്. ഫറഅ ഫിഹാ ഹാറൂൻ ഇബ്നു ഇമ്രാൻ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സഹോദരനായ ഹാറൂൻ നബിനെ അവിടെ വെച്ച് കണ്ടുമുട്ടി. ഫസല്ലമ അലൈഹി വറഹബ ബിഹി വ അഖറ ബിനുബുവത്തിഹി.
സുമ്മ ഉരിജ ബിഹി ഇല സമാഇ സാദിസ, ആറാമത്തെ ആകാശത്തിലേക്ക് കയറപ്പെട്ടു. അവിടെ വെച്ച് മൂസ ബിൻ ഇമ്രാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു, സലാം പറഞ്ഞു, സ്വാഗതം പറഞ്ഞു. അഖറ ബിനുബുവത്തിഹി, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹം കരഞ്ഞു എന്നാണ്. മൂസാ നബി കരഞ്ഞു, സങ്കടം കൊണ്ട് കരഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, എന്തുകൊണ്ട് നിങ്ങൾ കരയുന്നു? അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, എൻ്റെ ശേഷം വന്ന ഒരു യുവാവ്, അദ്ദേഹത്തിന് എന്നയിലേറെ അനുയായികൾ ലഭിച്ചു ഈ ലോകത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിൽ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേൽ മൂസാ നബിക്ക് നൽകിയ ഉമ്മത്തിനിലേറെ എണ്ണം ആളുകളെ നൽകി എന്നുള്ള, അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ പ്രതിഫലവും കൂടുതൽ പദവികൾ ലഭിച്ചല്ലോ എന്നുള്ളതിലുള്ള ആ ഒരു, എനിക്ക് അത് ലഭിച്ചില്ലല്ലോ എന്നുള്ള ആ സങ്കടം കൊണ്ടാണ്, എന്നല്ലാതെ അസൂയ കൊണ്ടോ മറ്റോ അല്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞു എന്ന്. പിന്നെ ഫലമ്മ ജാവസഹു ബക്ക, മൂസ അലൈഹിസ്സലാം കരഞ്ഞു. എന്തിന് കരയുന്നു? അപ്പോൾ ഖാല, അദ്ദേഹം, അബ്കീലി അന്ന ഗുലാമൻ ബുഇസ മിൻ ബഅദി, എൻ്റെ ശേഷം അയക്കപ്പെട്ട നബിയായിട്ട് അയക്കപ്പെട്ട ഒരു കുട്ടി, മൂസാ നബിയേക്കുള്ള അപേക്ഷ നോക്കുമ്പോൾ പ്രായം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിൻ്റെ സ്ഥാനത്താണ് യുവാവ്. യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തിഹി അക്സറ മിൻ യദ്ഖുലുഹാ മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ നിന്ന് കടക്കുന്നതിലേറെ ആളുകൾ കടക്കുന്നു, അനുയായികൾ ധാരാളമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ദഅവത്ത് ഒരുപാട് ആളുകളിലേക്ക് എത്തി. അതിൻ്റെ പ്രതിഫലവും ആദരവും അദ്ദേഹത്തിന് സ്വഭാവമായിട്ട് ലഭിക്കും. അതിലുള്ള വ്യസനം കൊണ്ട്, വിഷമം കൊണ്ട് കരഞ്ഞതാണ് എന്ന് പറഞ്ഞു, അസൂയ കൊണ്ടല്ല. സുമ്മ ഉരിജ ബിഹി ഇല സമാഇ സാബിയത്തി, ഏഴാമത്തെ ആകാശത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊണ്ട് കയറപ്പെട്ടു. ഫലഖിയ ഫിഹ ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടെ അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. സ്വാഭാവികമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജദ്ദാണ്, പിതാമഹനാണ്, ഇസ്മായിൽ നബിയുടെ വാപ്പ എന്നുള്ള ആ പരമ്പരയിൽ കൂടെ പിതാവിന് സലാം പറഞ്ഞു. അദ്ദേഹത്തിന് വറഹബ ബിഹി വ അഖറ ബിഹി, സലാം അടക്കി. അദ്ദേഹം സ്വാഗതം പറഞ്ഞു. മർഹബൻ ബിൻ നബി സ്വാലിഹി വൽ ഇബ്നി സ്വാലിഹി, മകനാണ്, കാരണം തൻ്റെ ഇസ്മായിൽ എന്ന് പറയുന്ന മകൻ്റെ സന്താന പരമ്പരയിൽ കൂടെ അവിടെ വെച്ച് അദ്ദേഹത്തിനെ കണ്ടു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏഴാമത്തെ ആകാശത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന സമയത്ത് അദ്ദേഹം ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന കഅബ ഷരീഫിൻ്റെ നേരെ ഉപരിയിൽ മുകൾ ഭാഗത്ത് ഏഴാമത്തെ ആകാശത്തുള്ള ഒരു വലിയ ഭവനമുണ്ട്, അള്ളാഹുവിൻ്റെ ഒരു ഭവനമുണ്ട്. ആ പറയുന്ന ഭവനത്തിലേക്ക് ചാരിങ്ങനെ ഇരിക്കുന്ന രംഗത്തിലാണ് കണ്ടത് എന്ന്, ബൈത്തുൽ മഅമൂറിലേക്ക്. അതേപോലെ തന്നെ ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ആ ഭവനത്തിലേക്ക് ഓരോ ദിവസവും 70,000 മലക്കുകൾ അതിലേക്ക് ഇബാദത്തിന് വേണ്ടി കടന്നു ചെല്ലുന്നുണ്ട്. 70,000 മലക്കുകൾ ഓരോ ദിവസവും. അവർ പിന്നെ അതിൽ നിന്ന് പുറത്തേക്ക് പോന്നു കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് അവർ തിരിച്ചു പോകുന്നില്ല. പിറ്റേ ദിവസം വേറെ 70,000 മലക്കുകൾ. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ എണ്ണവും അതിൻ്റെ ആധിക്യവുമാണ് അതിൽ നമുക്ക് സൂചന നൽകുന്നത്. അതല്ലാതെ ആ പള്ളിയുടെ വലിപ്പം എന്നുള്ളതല്ല. ഓരോ ദിവസവും 70,000 മലക്കുകൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ഏഴാം ആകാശത്തിൻ്റെ മുകളിൽ അത് നിലനിന്ന് പോകുന്ന മഹത്തായ ഇബാദത്ത് നടക്കുന്നു. അപ്പോൾ ഭൂമിയിലുള്ള ആളുകളോട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അതിന് താല്പര്യമില്ലെങ്കിൽ, ഈ മനുഷ്യരായ ആളുകൾ ഇബാദത്ത് നിർവഹിക്കുന്നില്ലെങ്കിലും, ഇവരത് സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിലും അള്ളാഹുവിന് ആരാധന നിർവഹിക്കാൻ ദിനം പ്രതി ബഹുമാന്യരായ ആദരണീയനായ അവരുടെ സൃഷ്ടികൾ ഈ ലോകത്തുണ്ട്. അള്ളാഹുവിൻ്റെ മലക്കൂത്തിൽ, ഈ സംവിധാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ആ മലക്കളെ അവരെ അനുകരിച്ചുകൊണ്ട് മാതൃകയാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്തും ത്വാഅത്തും ചെയ്യുന്ന അടിമകളാണെങ്കിൽ ബഹുമാന്യരാണ്, ആദരണീയരാണ്. നമ്മുടെ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും നേട്ടങ്ങളോ, അള്ളാഹുവിന് എന്തെങ്കിലും പുരോഗതികളോ, അള്ളാഹുവിന് എന്തെങ്കിലും സ്ഥാനങ്ങളോ ലഭിക്കുന്ന വിഷയമില്ല. അതിൻ്റെ നേട്ടങ്ങൾ നമുക്ക് മാത്രമാണ്, അതിൻ്റെ നേട്ടങ്ങൾ നമുക്ക് മാത്രമാണ്. പിന്നെ സുമ്മ റുഫിയ ഇലാ സിദ്റത്തിൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന വലിയൊരു വൃക്ഷം, അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കയറിപ്പോയി. സുമ്മ റുഫിഅ ലഹുൽ ബൈത്തുൽ മഅമൂർ, ഈ പറയുന്ന ഏഴാം ആകാശത്തിൽ പിന്നീട് ബൈത്തുൽ മഅമൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ കാണിക്കപ്പെട്ടു. സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത് അതിവിശാലമായ വലിയ ഒരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിൻ്റെ പഴങ്ങൾ ഹജർ എന്ന് പറയുന്ന നാട്ടിലുള്ള വെള്ളം ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഖിലാലുകൾ, കുല്ലത്തുകൾ, പാത്രങ്ങൾ പോലെയാണ്. അതിന് മാത്രം വലിപ്പമുള്ള പഴങ്ങൾ. അതിൻ്റെ ഇലകൾ ആനകളുടെ ചെവി പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദാനിൽ ഫീലത്തി, ആനയുടെ ചെവി പോലെ പരന്ന് വിശാലമായത് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയാണ് എന്നൊക്കെ സഹിഹായ ഹദീസുകൾ കൂടെ നമുക്ക് വിവരം തന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്ന സമയത്ത് പല ജാതി വർണ്ണങ്ങൾ കൊണ്ടും പ്രകാശങ്ങൾ കൊണ്ടും ലൈറ്റുകൾ കൊണ്ടും ആ പറയുന്ന വൃക്ഷത്തെ അലങ്കരിക്കപ്പെട്ടു. അതിൻ്റെ ആ ഒരു സൗന്ദര്യവും അതിൻ്റെ ഒരു ഗാംഭീര്യവും ആ സമയത്ത് അതിൻ്റെ ഒരു ചന്തവും, അത് ഒരു മനുഷ്യൻ വർണ്ണിക്കാൻ കഴിയാത്ത അതിന് മാത്രം സൗന്ദര്യത്തോടുകൂടെ അതിനെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഹദീസുകളിൽ വന്നത്. പിന്നെ ഈ ഭാഗത്ത് ഷെയ്ഖ് റഹിമഹുള്ള പറയുന്നത് സുമ്മ ഉരിജ ബിഹി ഇലൽ ജബ്ബാരി ജല്ല ജലാലുഹു എന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കയറപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ഈ ഭാഗം ഹദീസിൻ്റെ പണ്ഡിതന്മാർ, ഇമാം മുസ്ലിമിനെ പോലത്തെ ആളുകളൊക്കെ
അദ്ദേഹമല്ലാത്ത ഹദീസിന്റെ പണ്ഡിതന്മാർ സൂക്ഷ്മമായി അവരുടെ നിരീക്ഷണ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ഈ പറയുന്ന ഭാഗം ഹദീസ് റിപ്പോർട്ട് ചെയ്ത ചില പണ്ഡിതന്മാർ അവരുടെ ഊഹത്തിൽ കൂടെ പറഞ്ഞതാണ്. ഇങ്ങനെ ഹദീസുകളിൽ കൂടെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്ന്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, സ്വീകാര്യയോഗ്യമാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കയറി ചെന്നു എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, അത് ചില പണ്ഡിതന്മാർ അവരുടെ ഊഹത്തിൽ കൂടെ പറഞ്ഞതാണ്. ഇത് സ്വീകരിക്കാൻ കൊള്ളാത്ത ഭാഗങ്ങളുമാണ് എന്നുള്ളത്. അള്ളാഹുവിലേക്ക് ഒരു വില്ലിൻ്റെ അത്തരെ അതല്ലെങ്കിൽ അതിലേറെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി, ഈ പറയുന്ന ഇസ്രാ മിഅ്റാജിന്റെ രാത്രി എന്നുള്ള ഇത്രയും ഈ ഭാഗങ്ങൾ സ്വീകാര്യയോഗ്യമല്ലാത്ത ഭാഗങ്ങളാണ് എന്ന് ഹദീസിന്റെ പണ്ഡിതന്മാരത് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഷഫീഉർ റഹ്മാൻ റഹിമഹുല്ല ആ ഭാഗം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് സ്വീകാര്യയോഗ്യമല്ല. ഏതാണെങ്കിലും ഫഔഹ ഇലാ അബ്ദിഹി മാ ഔഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് ചില സന്ദേശങ്ങൾ നൽകി. ആ കൂട്ടത്തിൽ വഫറള അലൈഹി 50 സ്വലാ, 50 വക്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഫർളാക്കി നിശ്ചയിച്ച് നൽകി. അത് സഹീഹാണ്. പക്ഷെ അള്ളാഹുവിലേക്ക് ഈ പറയുന്ന അടുപ്പത്തിൽ കൂടെ പ്രവാചകൻ കയറി ചെന്നു എന്നുള്ള, അള്ളാഹുമായിട്ട് ഇത്ര അടുത്ത ആ ഒരു പ്രദേശത്ത് എത്തി എന്നുള്ള ഈ ഭാഗം അത് സ്വീകാര്യയോഗ്യമല്ല എന്നുള്ളത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിലേക്ക് റിപ്പോർട്ട് ചെയ്ത റിവായത്തിൽ ഈ ഭാഗം ഉണ്ട് താനും. ഇമാം ബുഖാരി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആന് കഴിഞ്ഞാൽ സ്വീകാര്യയോഗ്യമായ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായതാണ് സഹീഹുൽ ബുഖാരി. അതിന് മാത്രം സൂക്ഷ്മമായ നിലക്ക് അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ പറയുന്ന ഓരോ വാക്കുകളും ഓരോ പദങ്ങളും സൂക്ഷ്മമായി അദ്ദേഹം പഠന വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ അൽ കമാലുൽ മുത്ലഖു ലില്ലാഹി അസ്സ വജൽ, പരിപൂർണത എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. സൃഷ്ടികൾ എത്ര ശ്രദ്ധിച്ചാലും എത്ര സൂക്ഷിച്ചാലും എത്ര ത്യാഗം ചെയ്താലും അവരുടെ അറിവിനൊരു പരിധിയുണ്ട്. ഫൗക കുല്ലി ദി ഇൽമിൻ അലീം, എത്ര വലിയ പാണ്ഡിത്യമുണ്ടെങ്കിലും ഏത് വലിയവനാണെങ്കിലും അവൻ്റെ അറിവിനൊരു പരിധിയുണ്ട്. അവൻ്റെ മേലെ അതിലേറെ അറിയുന്ന ആളുമുണ്ട്. ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം, ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിവോ സമ്പത്തോ കഴിവോ ഭൗതികമായ എന്തു തന്നെ നേട്ടങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും നാം അതിന് വിനയം കാണിക്കണമെന്നുള്ളത്. ഞാനൊരു വലിയ സ്ഥാനത്തെത്തിയെന്നോ, ഞാൻ പറഞ്ഞു തന്നെയാണ് ശരിയെന്നോ, ഞാൻ കണ്ടു തന്നെയാണ് നല്ലത് എന്നോ ഒരിക്കലും നമ്മൾ ധരിക്കാതെ, എൻ്റെ അടുത്ത് വീഴ്ചയുണ്ടാവാം, എൻ്റെ അടുത്ത് കുറവുണ്ടാകാം, ഞാൻ മനസ്സിലാക്കിയതിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടാകാം, അതുകൊണ്ട് സൂക്ഷ്മതയും താഴ്മയും വിനയവും കാണിക്കാൻ നമ്മൾ ഏത് സമയവും തയ്യാറാവണം എന്നുള്ളത്. ഇത്ര വലിയ നിയമത്തുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അറിവാണെങ്കിലും സമ്പത്താണെങ്കിലും സൗന്ദര്യമാണെങ്കിലും കഴിവാണെങ്കിലും സ്വാധീനമാണെങ്കിലും അധികാരമാണെങ്കിലും ഏത് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിനനുസരിച്ച് നമ്മൾ താഴ്മ കാണിക്കാൻ തയ്യാറാവണം. നമ്മളടുത്ത് കുറവുണ്ടാവാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് അദ്ദേഹം എടുത്ത എഫോർട്ടുകളും അതിലെടുത്ത് അദ്ദേഹം ത്യാഗങ്ങളും അതിലെടുത്ത് അദ്ദേഹം സൂക്ഷ്മതകളും അദ്ദേഹം തന്നെ പറഞ്ഞതും മറ്റുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും മറ്റുള്ള ആളുകൾ എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഓരോ വാക്കുകൾ എഴുതുന്ന സമയത്തും അദ്ദേഹം 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിച്ച് ഒരുപാട് പ്രാവശ്യം അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് അന്വേഷിച്ച് പഠിച്ചതിൻ്റെ ശേഷമാണ്. എന്നാൽ ഷുറൈഖ് എന്ന് പറയുന്ന സനദിൽ റാവിമാരുടെ റിപ്പോർട്ട് ചെയ്യുന്ന ആ പരമ്പരയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഊഹത്തിലാണ് ഇത്രയും ഭാഗം എഴുതി വച്ചത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇമാം മുസ്ലിമും മറ്റുള്ള ഹദീസിൻ്റെ പണ്ഡിതന്മാരും അത് ശരിക്കും സൂക്ഷ്മമായി പഠന വിധേയമാക്കിയപ്പോൾ ഈ പറയുന്ന ഭാഗം സ്വീകാര്യയോഗ്യമല്ല എന്നുള്ളത് അവർ പറഞ്ഞു വെച്ചു. മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും സംശയങ്ങൾ, അതൊക്കെ ശരിയാകുമോ, അത്ര കൃത്യമാകുമോ, അത്ര അതിന് സൂക്ഷ്മതയുണ്ടോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിനെ അവൻ സംരക്ഷിച്ചുകൊണ്ട് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, പരിശുദ്ധ ഖുർആൻ നമ്മളത് അവതരിപ്പിച്ചു, അതിന് നമ്മൾ സംരക്ഷിക്കും. അല്ലാഹു അതിനെ മുതവാത്തിറായ സംശയത്തിനും കളവിനും സാധ്യതയില്ലാത്ത പരമ്പരകളിൽ കൂടെ പരിശുദ്ധ ഖുർആൻ സംരക്ഷിച്ചു. അതിലൊരാൾക്ക് കള്ളത്തരം ചെയ്യാൻ സാധ്യമല്ല. അതേപോലെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളെ സൂക്ഷ്മമായി പഠനവിധേയമാക്കുന്ന ആത്മാർത്ഥതയുള്ള സത്യസന്ധരായ ധീരരായ സമർത്ഥരായ മനുഷ്യന്മാർ അല്ലാഹു സൃഷ്ടിക്കുകയും അന്നും ഇന്നും കഴിഞ്ഞുപോയ തലമുറകളിൽ ധാരാളം ആളുകൾ ഇന്ന് ആധുനികമായ ഈ ലോകത്ത് ഈ സമൂഹത്തിനിടയിൽ നാസിറുദ്ദീൻ അൽബാനിയെ പോലത്തെ അബ്ദുൽ അസീസ് ഇബ്നു ബാസിനെ പോലത്തെ അവരും നമുക്ക് പേരുകൊണ്ട് അറിയപ്പെടാത്ത മഹാന്മാരായ വിശ്വസ്തരായ സത്യസന്ധരായ പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇന്നും പഠന വിധേയമാക്കിക്കൊണ്ടേയിരിക്കുന്നു, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, വിശകലനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൽ ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും നിലയ്ക്ക് എന്തെങ്കിലും വാക്കുകളോ ഏതെങ്കിലും പദങ്ങളോ ഏതെങ്കിലും അക്ഷരങ്ങളോ കടത്തിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ
അതതിൽ പെട്ടതല്ല എന്ന് കൃത്യമായി നമുക്ക് വിവരിച്ച് പഠിപ്പിച്ചു തരുന്ന വിശ്വസ്തരായ സമർത്ഥരായ ആളുകളെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിനെ അള്ളാഹു സംരക്ഷിച്ച് നിർത്തിയത്. നമുക്ക് അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കാൻ ആധികാരികമായ 2 രേഖ, ഒന്ന് ഖുർആനും ഒന്ന് സുന്നത്തുമാണ്. അത് രണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ നിലക്ക് സുരക്ഷിതമായ നിലക്ക് സംരക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ. സംരക്ഷിച്ചു വച്ചിട്ടുണ്ട്. ആരെങ്കിലും അതിൽ കള്ളക്കടത്തലുകളോ അതില്ലെങ്കിൽ കള്ളത്തരങ്ങളോ അതിൽ വഞ്ചനകളോ കടത്തിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി നമുക്ക് അറിയിച്ച് വിവരിച്ചു തരുന്ന വിശ്വസ്തരായ പണ്ഡിതന്മാർ ഇന്നും അതിനു വേണ്ടി പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത്. ചുരുക്കത്തിൽ ഇത്രയും ഈ കുറഞ്ഞ ഭാഗം സഹീഹുൽ ബുഖാരിയിലുള്ളതാണ് എന്ന് കരുതിയിട്ട് അതൊരു കണ്ണ് ചിമ്പി അതൊരു വിഷയമില്ലാതെ മാറ്റിവെക്കാതെ ആ ഭാഗം സ്വീകരിക്കാൻ പറ്റൂല, അതല്ലാത്തത് മുഴുവൻ സ്വീകാര്യയോഗ്യമാണ് എന്ന് ഇമാം മുസ്ലിം റഹിമഹുള്ളയും അതേപോലെ ഇമാം ബൈഹഖി, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പോലത്തെ ഉലമാക്കളൊക്കെ അത് കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. വഫറദ അലൈഹി 50 സ്വലാ, 50 വക്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഈ യാത്രയിൽ നിർബന്ധമാക്കി കൊടുത്തു. ഫറജഅ, അങ്ങനെ ആ പറയുന്ന സമ്മാനവും അള്ളാഹുവിൽ നിന്നുള്ള ഹദിയയും ആ ഒരു സന്തോഷത്തോടുകൂടെ പ്രവാചകൻ മടങ്ങിപ്പോരാണ്. ഹത്താ മറ അല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് സഞ്ചരിച്ച് പോരുകയാണ്. എത്രാമത്തെ ആകാശത്തിലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു എന്ന് പറഞ്ഞു നമ്മൾ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ എത്രാമത്തെ? ഇഖ്തലഫൽ ഉലമാ, പണ്ഡിതന്മാർ പല അഭിപ്രായക്കാരുമാണ്. 6ാമത്തെ ആകാശത്തിൽ വെച്ച്. ബാറക്കല്ലാഹു ഫീക്കും. 6ാമത്തെ ആകാശത്തിൽ വെച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടി മടങ്ങിപ്പോന്നു. ഫഖാല ലഹു ബിമ അമറക്, അദ്ദേഹം ചോദിച്ചു എന്താണ് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത്? അപ്പോൾ ഖാല ബി 50 സ്വല, 50 വക്ത് നിസ്കാരം നിർവഹിക്കാൻ എനിക്കും എൻ്റെ ഉമ്മത്തിനും അള്ളാഹു ഒരു ഹദിയ എന്നോണം അത് നൽകിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഖാല മൂസാ നബി പറഞ്ഞു ഇന്ന ഉമ്മതക ലാ തുതീഖു ദാലിക്, നിങ്ങളുടെ സമുദായത്തിന് അത് കഴിയൂല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിനെ ദഅവത്ത് നടത്തിയ ആളാണ്. ബനു ഇസ്രായേൽ അവരുടെ സ്വഭാവം ഒരു പ്രത്യേക സ്വഭാവക്കാരായിരുന്നു. എതിർപ്പുകളും വിമർശനങ്ങളും ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒരുപാടുണ്ടായിരുന്ന ഒരു സമൂഹമാണ് ബനു ഇസ്രായേൽ. അവരുടെ സ്വഭാവം, ജനങ്ങളുടെ സ്വഭാവം കൃത്യമായിട്ട് അറിഞ്ഞ അനുഭവ സമ്പത്തുള്ള മഹാനായ പ്രവാചകനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ഈ 50 വക്ത് നിസ്കാരം ജനങ്ങളോട് ചെന്ന് പറഞ്ഞാൽ അവരത് സ്വീകരിക്കൂല, അവരെ കൊണ്ടത് കഴിയൂല. 5 വക്ത് പറഞ്ഞിട്ട് തന്നെ ഇന്നിപ്പോൾ ജനങ്ങൾ പലരും കാണിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ഇന്ന ഉമ്മതക ലാ തുതീഖു ദാലിക് ഇർജി ഇലാ റബ്ബിക ഫസ്അൽഹു തഖ്ഫീഫ ലി ഉമ്മത്തി, അല്ലാഹുവിലേക്ക് മടങ്ങിച്ചെന്ന് അവനോടൊരു ആശ്വാസം നിങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞ് നസീഹത്ത് കൊടുത്തു. ഫൽതഫത്തു ഇലാ ജിബ്രീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഞാൻ ജിബ്രീൽ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കഅന്നഹു യസ്തശീറുഹു ഫീ ഫൽതഫത ഇലാ ജിബ്രീൽ, പ്രവാചകൻ അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് തിരിഞ്ഞു നോക്കി, അദ്ദേഹത്തിനോട് ഒരു കൂടിയാലോചന നടത്തുന്നത് പോലെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഫഅശാറ അൻ നഅം ഇൻ ശിഅ്ത, വേണമെങ്കിൽ മടങ്ങിപ്പോയിക്കോളി എന്ന നിലയ്ക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഫഅലാ ബിഹി ജിബ്രീലു ഹത്താ അതാ ബിഹി, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വീണ്ടും വന്ന വഴിയിലേക്ക് തിരിച്ചു പോകുകയാണ്. വഹുവ ഫീ മക്കാനിഹി, ഇങ്ങനെയാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഭാഗങ്ങൾ. ഏതാണ്? ഫവളഅ അൻഹു 10 വക്ത് അഥവാ 5 എന്നാണ് ചില റിപ്പോർട്ടുകളിലുള്ളത്. ഇതിൽ ഒറ്റയടിക്ക് 10 എന്നാണ് പറയുന്നത്. 5 കുറച്ചു എന്നുള്ളതാണ്. വേറെ സഹിയായ റിവായത്തുകളിലൊക്കെ അങ്ങനെയാണ് ഉള്ളത്. അങ്ങനെ പിന്നെ വീണ്ടും ഇറങ്ങി മൂസാ നബിയുടെ അടുത്തേക്ക് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിയൂല, ആദ്യത്തെ പോലെ അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെന്ന് ആശ്വാസം ചോദിക്കണം. ഫലം യസൽ യതറദ്ദദു ബൈന മൂസ വ ബൈന അല്ലാഹി അസ്സ വജൽ, മൂസാ നബിയുടെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും, അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലും. അങ്ങനെ ഏതാണെങ്കിലും ഹത്താ ജഅലഹ അല്ലാഹു 50 ഉള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് 5 ആക്കിക്കൊണ്ട് കുറച്ച് തന്നു എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തന്നെ അറിയും 5 വക്ത് തന്നെ ഈ ഉമ്മത്തിന് പ്രയാസമാകും, ജനങ്ങളുടെ അവസ്ഥ ഇതാണ്, അള്ളാഹു തആലക്ക് അറിയുന്നതാണ്. അപ്പോൾ ആദ്യം 50 നിർബന്ധമാക്കി, പിന്നെ മൂസാ നബിയുടെ അടുത്തേക്ക് വന്നു. ഇതൊക്കെ സഹിയായ ഹദീസുകളിൽ കൂടെ വന്ന കാര്യങ്ങളാണ്. നമ്മൾ അത് മുസ്ലിമീങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇത് വിശ്വസിക്കാൻ ബാധ്യസ്ഥരുമാണ്. ചില ആളുകൾക്ക് ഒരു പക്ഷേ മൂസാ നബിക്ക് എങ്ങനെ അറിഞ്ഞു, അദ്ദേഹം മരിച്ചു പോയതല്ലേ, വേറുള്ളതല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ ഖദീറാണ്. ദീനിൻ്റെ കാര്യങ്ങളാണ്, മറഞ്ഞ വിഷയങ്ങളാണ്. നമ്മൾ ആ മറഞ്ഞ വിഷയങ്ങൾ കൊണ്ട് വിശ്വസിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കപ്പെട്ടവരും പ്രോത്സാഹിപ്പിക്കപ്പെട്ടവരുമാണ്. നമ്മുടെ പ്രത്യേകതകളിൽപ്പെട്ട ഒരു പ്രത്യേകത തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, മറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നവർ എന്നാണ്. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകത നമുക്ക് പറയുന്നുണ്ട്. നമ്മളതിന് തയ്യാറാവുക എന്നുള്ളതാണ്. ഇതിലൊന്നും സംശയങ്ങളോ കാര്യങ്ങളോ വെച്ച് നോക്കേണ്ട ആവശ്യമില്ല. താനും ഭൗതികമായി ഇന്ന് ലോകം പുരോഗമിക്കുകയും വികസിക്കുകയും ചെയ്തപ്പോൾ
വലിയ വേഗതയിൽ ആളുകൾ സഞ്ചരിക്കുന്നതൊക്കെ നമ്മൾ ഇന്ന് പലപ്പോഴും കേൾക്കുന്നു. ശാസ്ത്രത്തിൻ്റെ പേരിൽ കേട്ടാൽ ആളുകൾക്ക് യാതൊരു സംശയമില്ല. ദീനിൻ്റെ പേരിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ 10,000 സംശയങ്ങൾ. ഒരിക്കലുമല്ല മുഅ്മിനീങ്ങൾ. അല്ലാഹുവും അവൻ്റെ റസൂലും ദീനിൻ്റെ വിഷയത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അതിലായിരിക്കും യഥാർത്ഥ ഒരു മുഅ്മിനാണെങ്കിൽ അവന് പൂർണ്ണമായ സംശയമില്ലാത്ത നിലക്കത് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും കഴിയുക. അത്രയുള്ളൂ ഈ വിഷയത്തിൽ. അങ്ങനെ ഏതാണെങ്കിലും ഹത്താ ജഅലഹല്ലാഹു ഖംസൻ, 5 വക്ത് നിസ്കാരം, ആ പകലുകളിലായിട്ട് 5 വക്ത് നിസ്കാരം. ആ 5 വക്ത് നിസ്കാരങ്ങളിൽ ചില നിസ്കാരങ്ങൾ 2 റക്അത്ത്, ഫജ്റൊക്കെ അങ്ങനെ, മഗ്രിബ് 3 റക്അത്ത്, പിന്നെ ളുഹറും അസ്റും ഇശി 4 റക്അത്ത്. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ വിശാലമായ സമയങ്ങൾ. അത് എവിടെ എത്തിയ സമയത്താണോ അതിൻ്റെ സമയമാകും അവിടെ വെച്ച് നിസ്കരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. മറ്റു മുൻകാലത്തുള്ള ആളുകൾക്കൊക്കെ അവരുടെ സിനിഗോഗുകളിലോ അവരുടെ ചർച്ചുകളിലോ പോയിട്ട് ഈ ആരാധനകൾ നിർവഹിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ പ്രത്യേകതകളിൽപ്പെട്ട അള്ളാഹു എനിക്ക് പ്രത്യേകമായി നൽകിയ 4-5 കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വജുഇലത് ലിയൽ അർളു മസ്ജിദൻ വതഹൂറാ, ഭൂമിയെ എനിക്ക് എവിടെ ചെന്നാലും ആരാധിക്കാൻ അനുവാദമുള്ളതാക്കി തന്നു. വെള്ളമില്ല എന്നുണ്ടെങ്കിൽ ആ ഭൂമിയുള്ള മണ്ണിൽ 2 കൈ ഒരു പ്രാവശ്യം അടിച്ച് അതുകൊണ്ട് ശുദ്ധീകരിച്ച് നിസ്കരിക്കാവുന്നു. വളരെ ലളിതമായിട്ട്, പ്രയാസമില്ലാതെ. യാത്രക്കാരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 2 റക്അത്ത് നിസ്കരിക്കും. ഓരോ നിസ്കാരത്തിനെയും മുന്നിലേക്കോ പിന്നിലേക്കോ അതിനെ ആക്കിക്കൊണ്ട് മുന്തിച്ചോ പിന്തിച്ചോ മറ്റുള്ളതിൻ്റെ സമയത്തിലേക്ക് അങ്ങോട്ട് നീട്ടിവെച്ച് നിസ്കരിക്കുക. വളരെ ലളിതമായ നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇബാദത്ത് നമുക്ക് നിശ്ചയിച്ചു തന്നത്. അതിന് പോലും ഒരാൾക്ക് കഴിയാതെ അലസതയും അനാസ്ഥയും കാണിക്കാണി എന്ന് പറഞ്ഞാൽ അവൻ സ്വയം പരിശോധിക്കേണ്ടതാണ്. അവൻ്റെ അള്ളാഹുമായിട്ടുള്ള ബന്ധവും അള്ളാഹുവിൻ്റെ ഈ ദീനുമായിട്ട് അവൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഏതാണെങ്കിലും അങ്ങനെ മൂസാ നബി അള്ളാഹു സുബ്ഹാനഹു വ തആല 5 വക്ത് നിസ്കാരമാക്കിയിട്ട് അവസാനം തീരുമാനിച്ച് നിശ്ചയിച്ചു കൊടുത്തു. ഫഅമറഹു മൂസാ ബിർറുജൂഇ വസുആലി തഖ്ഫീഫ്, വീണ്ടും മൂസാ നബി പറഞ്ഞു മടങ്ങിപ്പോയിട്ട് ഇതിൽ ആശ്വാസം ചോദിക്കൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ഇസ്തഹയൈതു മിർ റബ്ബി, ഞാൻ അള്ളാഹുവിൻ്റെ റബ്ബിൽ ലജ്ജിക്കുകയാണ്. ഞാൻ ഇത്ര പ്രാവശ്യമായി കുറച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ലജ്ജിക്കുന്നു. വലാകിന്നി അർളാ വ ഉസല്ലിം, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ഞാൻ തൃപ്തിപ്പെടുകയാണ്. ഞാനതിന് കീഴൊതുങ്ങുന്നു, വഴങ്ങുന്നു, ഞാനത് വഴങ്ങിക്കൊടുക്കും. അതേപോലെ റസൂലിൻ്റെ ഉമ്മത്തിൽപ്പെട്ട നമ്മളും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ തൃപ്തിപ്പെടാനും അതിന് കീഴൊതുങ്ങാനും തയ്യാറാകും. ഫലമ്മ ബഅദ നാദാ മുനാദിൻ, അങ്ങനെ പ്രവാചകൻ തിരിച്ചു പോരാണ്. കുറച്ച് ദൂരമായപ്പോൾ ഒരു വിളിച്ചു പറയുന്ന വിളി കേട്ടു. ഖദ് അംളൈതു ഫരീളതി വഖഫഫ്തു അൻ ഇബാദി, ഞാൻ നിർബന്ധമായിട്ട് എൻ്റെ അടിമകൾക്ക് നിശ്ചയിച്ച ആ നിർബന്ധ ബാധ്യത ആ പറയുന്ന അതുപോലെ തന്നെ 5 വക്ത് എന്നുള്ള ആ നിയമം പ്രാബല്യത്തിലായി. വഖഫഫ്തു അൻ ഇബാദി, എൻ്റെ അടിമകൾക്ക് ഞാൻ ആശ്വാസം നൽകി. പ്രതിഫലം ഈ 50 വക്തിൻ്റെത് നൽകുക എന്ന് ഞാൻ ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 50 വക്തിൻ്റെ പ്രതിഫലം. എന്നാൽ 5 നേരത്തെ 5 വക്തിൽ നിസ്കരിച്ചാലും മതി. അടിമകളായ നമുക്ക് ആശ്വാസമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന രൂപത്തിലൊക്കെ അത് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. റക്അത്തുകളുടെ എണ്ണങ്ങൾ കുറച്ചുകൊണ്ടും അതേപോലെ യാത്രക്കാരോ രോഗികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജമ്മു കസ്ർ പോലത്തെ അനുവാദങ്ങളും വിട്ടുവീഴ്ചകളും നൽകിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിൽ അനുവാദം തന്നു എന്നുള്ളതാണ്. പിന്നെ സുമ്മദക്കറ ഇബ്നുൽ ഖയ്യിം. അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന ആ സംഭവത്തിൻ്റെ ആകത്തുക. ഇതാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അതിൻ്റെ പരിസരത്ത് നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് ഒരു യാത്ര, അവിടെ വന്ന് 7 ആകാശങ്ങളും മുറിച്ചു കടന്നുകൊണ്ടുള്ള ദീർഘമായ വിശാലമായ യാത്ര. ഒരു രാത്രിയുടെ ഉള്ളിൽ വെച്ച് തന്നെ രാത്രി നേരം പുലരുന്നതിൻ്റെ ഫജ്റാകുന്നതിൻ്റെ മുമ്പ് തന്നെ തിരിച്ച് ഈ പറയുന്ന വീട്ടിലേക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരികയും ചെയ്തു. ഇതാണ് സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യാത്രയിൽ അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലേ. അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ പ്രബലമായ അഭിപ്രായം. സഹാബികൾ മുഴുവനും ആയിഷ റളിയല്ലാഹു അൻഹ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, മറ്റുള്ള പ്രമുഖരായ സഹാബികൾ മുഴുവനും അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ ഇസ്രാഇൻ്റെ മിഅ്റാജിൻ്റെ രാത്രിയോ അല്ലാതെയോ കണ്ടിട്ടില്ല, ഈ ലോകത്ത് വെച്ച് കണ്ടിട്ടില്ല. അള്ളാഹുവിനെ ഒരാളും ഈ ലോകത്ത് വെച്ച് സൃഷ്ടികൾ കാണുകയുമില്ല. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് റബ്ബി അരിനി അൻദുർ ഇലൈക്, റബ്ബേ നീ എന്നെ ഒന്ന് കാണിച്ചു കൊണ്ടൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനോട് പറഞ്ഞു, റബ്ബി അരിനി അൻദുർ ഇലൈക് ഖാല ലൻ തറാനിയ, ഈ ലോകത്ത് വെച്ച് നിനക്ക് എന്നെ കാണാൻ കഴിയൂല, ഈ ലോകത്ത് വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല. വലാകിൻ അൻദുർ ഇലൽ ജബൽ, എന്നിട്ട് പറഞ്ഞു ആ പർവ്വതത്തിലേക്ക് നിങ്ങൾ നോക്കി. ഇൻസ്തഖറ മക്കാനഹു, നിങ്ങളിലേറെ ഉറപ്പും ഭദ്രതയും ശക്തിയും വലിപ്പവും
ഒക്കെ ഉള്ള ആ പർവ്വതത്തിന് അള്ളാഹു അവനുമായിട്ടുള്ള ആ മറ നീക്കപ്പെടുമ്പോൾ, അള്ളാഹുമായിട്ടുള്ള മറ ആ പർവ്വതത്തിലേക്ക് നീക്കപ്പെടുന്ന സമയത്ത് ആ പർവ്വതത്തിന് നിലനിൽക്കാൻ കഴിയോ ഇല്ലേ എന്ന് നിങ്ങളൊന്ന് നോക്കിയത്. فلما تجلى ربه للجبل جعله دكا وخر موسى صاعقا. അള്ളാഹു ആ പർവ്വതത്തിലേക്ക് അവൻ്റെ ആ ജലാലിയത്ത് വെളിവായപ്പോൾ, ആ മറ ഒന്നൽപ്പം നീങ്ങിയപ്പോൾ ആ പർവ്വതത്തിനത് താങ്ങാൻ കഴിയാതെ അത് പൊടിയായിട്ട് തകർന്ന് തരിപ്പണമായിപ്പോയി. മൂസാ നബിക്ക് ആ രംഗം വീക്ഷിച്ച് നിൽക്കാൻ കഴിയാതെ ബോധം കെട്ട് അദ്ദേഹം തളർന്നു വീണു. മനുഷ്യരായ നമുക്ക് ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ ജലാലിയത്തിന്, അള്ളാഹുവിനെ കാണാനുള്ള ഒരു പ്രാപ്തി, ആ ഒരു കഴിവ് നമുക്കില്ല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാളിൽ ആളുകൾ മരണപ്പെട്ടു പോയി ഖിയാമത്ത് നാളിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ളതിലേറെ കഴിവും ആഫിയത്തും ആരോഗ്യവും ശക്തിയും പ്രാപ്തിയും നൽകുമ്പോൾ അവിടെ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്ന് പറയുന്ന ആ ഒരു ബഹുമാനം, ആദരവ് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. അത് തന്നെയാണ്. അതിൽ പ്രവാചകനെ നമ്മൾ താത്തിക്കെട്ടലോ അതല്ല എന്നുണ്ടെങ്കിൽ പ്രവാചകനെ നമ്മൾ ബഹുമാനിച്ചില്ല എന്ന് ഒരിക്കലുമില്ല. ഉള്ളതുപോലെ പറയാ എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം. അതുപോലെ പറയാ, വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വെറുതെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല തന്നെ. പിന്നെ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട് കണ്ടു എന്നുള്ളത്. അത് കണ്ണുകൊണ്ട് കണ്ടു എന്നല്ല, ഒരിക്കലും ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്നുള്ളതാണ്. തൻ്റെ ഹൃദയം കൊണ്ട് കണ്ടു എന്നുള്ളതാണ്. അത് ഈ പറയുന്ന സഹാബത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമല്ല താനും. കണ്ണുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു എന്നുള്ളത് ഒരു സഹാബിയും പറഞ്ഞിട്ടില്ല. ഒരാളും അത് പറഞ്ഞിട്ടില്ല. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ആരെങ്കിലും അത് പറയുന്നുണ്ടെങ്കിൽ അവർ കളവാണ് പറയുന്നത്, അപരാധമാണ് എന്ന് പറയുന്ന അത്ര ശക്തമായ ആ കാര്യത്തിന് ഗണ്ണിക്കലുണ്ടായിരുന്നു. ബുഖാരി മുസ്ലിം റഹിമഹുമുള്ളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു ഒരിക്കൽ, നിങ്ങൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നൂറുൻ അന്ന അറാഹു, അള്ളാഹു പ്രകാശമാണ്, ഞാൻ എങ്ങനെ അവനെ കാണുന്നത്? അള്ളാഹു പ്രകാശമാണ്. അവനെ കാണാൻ മാത്രമുള്ള ഒരു പ്രാപ്തി എനിക്ക് ഇല്ല എന്നുള്ളത്, എനിക്കതിന് മാത്രമുള്ള പ്രാപ്തി, കഴിവ് ഇല്ല എന്നുള്ളത്, കണ്ടു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും പറഞ്ഞിട്ടുമില്ല. ചുരുക്കത്തിൽ ഇതാണ് ആ സംഭവത്തിലുള്ള ഏറ്റവും പ്രബലമായ സ്വീകാര്യയോഗ്യമായ അഭിപ്രായം. അത് മാത്രമാണ്. ثم ذكر ابن القيم خلافا في رؤيته صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ ഇല്ല എന്ന്. ثم ذكر كلاما ابن تيمية رحمه الله വിഷയത്തിൽ പറഞ്ഞു, الرؤية بالعين لم تثبت اصلا. കണ്ണുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കാണാന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടേ അല്ല. وهو قول لم يقله احد من الصحابة. സഹാബത്തിൽപ്പെട്ട ആരും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. وما نقل عن ابن عباس من رؤيته مطلقا ورؤيته بالفؤاد فالاول لا ينافي الثاني. ഹൃദയം കൊണ്ട് അല്ലാഹുവിനെ കണ്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെയാണ് വിഷയം, ഇത് വേറെയാണ് വിഷയം. കണ്ണുകൊണ്ട് നേർക്ക് നേരെ അല്ലാഹുവിനെ സ്വപ്നത്തിലല്ലാത്ത നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടേയില്ല. ഉണർന്ന അവസരത്തിൽ തൻ്റെ മുഖത്തുള്ള രണ്ട് കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കണ്ടു എന്നുള്ളൊരു അഭിപ്രായം സഹാബികളാരും പറഞ്ഞിട്ടേയില്ല. പിന്നെ ഇവിടെ ഷെയ്ഖ് റഹിമഹുല്ല മുബാറക് ഫൂരിയൊക്കെ വിശദീകരിക്കുന്ന മറ്റൊരു കാര്യം, അള്ളാഹുവിലേക്ക് അടുത്തു ഉയർന്നു, ജബ്ബാറായ അള്ളാഹുവിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്നു അടുത്തു എന്ന് പറയുന്ന ആ ഭാഗം വിശദീകരിച്ചുകൊണ്ട് അത് നമ്മൾ പറഞ്ഞു. അത് സഹീഹായ ഒരു സനദിൽ കൂടെ, സ്വീകാര്യയോഗ്യമായ പരമ്പരയിൽ കൂടെ വന്നതല്ല. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തു എന്നുള്ള ആ ഭാഗം അത് സഹീഹല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ശേഷമുള്ള ചെറിയ വിശദീകരണങ്ങൾ ബാർക്ക് പൂരിയോടെ പറയുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രസക്തിയില്ല താനും. വഖദ് വഖഅ ഹാദിസു ഷഖ്ഖി സദ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിഹിൽ മർറ ഐലൻ. പ്രവാചകൻ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ഇതുപോലെ നെഞ്ഞു പിളർക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മളത് വായിച്ചു പോയിട്ടുണ്ട്. ഈ പ്രാവശ്യം വേറൊന്നുണ്ടായിട്ടുണ്ട്. അത് സഹിഹായ ഹദീസുകൾ കൂടെ വന്നതാണ്. പിന്നെ വഖദ് റഅ ളിംന ഹാദിഹി റിഹലത്തി ഉമൂറൻ അദീദ. അതേപോലെ പ്രവാചകന്റെ ഈ പറയുന്ന ഇസ്രാ മിഅ്റാജ് യാത്രയിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലുള്ള ആളുകളുടെ ചില ശിക്ഷകൾ, സ്വർഗത്തിലുള്ള ആളുകളുടെ മറ്റുള്ള ചില കാര്യങ്ങൾ, അതൊക്കെ പ്രവാചകൻ പലതും കണ്ടത് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട പിന്നെ ഉരിള അലൈഹി അല്ലബനു വൽ ഖംർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ യാത്രയുടെ ആരംഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കള്ളും പാലും പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുത്തു കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖ്താറ ലബൻ എന്ന പാല് തെരഞ്ഞെടുത്തു. മദ്യവും പാലും പ്രവാചകന് വേണമെങ്കിൽ ഏതാണ് വേണ്ടെങ്കിൽ എടുത്തോളി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പാല് തെരഞ്ഞെടുത്തു. അപ്പോൾ അവിടുന്ന് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഹുദീതൽ ഫിത്രത ഔ അസബതൽ ഫിത്ര, നിങ്ങൾ ശുദ്ധ പ്രകൃതിയാണ് സ്വീകരിച്ചത്. മദ്യം സ്വീകരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉമ്മത്തൊക്കെ ആ മദ്യത്തിൻ്റെ അടിമകളായി വക്താക്കളായി അഡിക്റ്റായി പാഴാകുമായിരുന്നു. അപ്പോൾ പാല് റസൂൽ തിരഞ്ഞെടുത്തു. മദ്യം അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യം ഈ ഉമ്മത്തിന് ഹറാമാക്കിക്കൊണ്ട് ശറഉം ദീനും അവനത് ഇറക്കി നമുക്ക് വിവരം നൽകുകയും ചെയ്തു. അതേപോലെ അർബഅത അൻഹാരിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ 4 നദികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്രയിൽ വെച്ച് കണ്ടു. നഹറാനി ളാഹിറാനി വ നഹറാനി ബാത്തിനാൻ. ഇന്ന് ഈ ഭൂമിയിൽ നമുക്ക് കാണുന്ന പ്രകടമായ 2 നദികളും അതേപോലെ ഇന്ന് കാണാത്ത പരലോകത്ത് വെച്ച് കാണുന്ന 2 നദികളും. ഇന്ന് ഈ ഭൂമിയിൽ കാണുന്നത് അന്നീൽ വൽ ഫുറാത്ത്, നൈൽ നദി, സുഡാനിൻ്റെയും ഈജിപ്തിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഒഴുകുന്ന നൈൽ നദി അറിയപ്പെട്ടതാണ്, ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഫുറാത്ത് എന്ന് പറയുന്നത് ഇറാഖിൻ്റെ പരിസരത്ത് കൂടെ ഒഴുകുന്ന മറ്റൊരു നദിയാണ്. ആ 2 നദിയും ഈ സ്വർഗത്തിൽ നിന്ന്, അതല്ല ഈ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ആ വൃക്ഷത്തിൻ്റെ താഴ്വാരത്തിൽ നിന്നാണ് അത് പൊട്ടി ഒഴുകുന്നത് എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഉദ്ദേശം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. നമുക്ക് ഈ വിവരങ്ങൾ വന്നത് അതുപോലെ നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ മറ്റ് 2 നദികൾ എന്ന് പറയുന്നത് അത് സ്വർഗത്തിലുള്ള 2 നദികളാണ്. സ്വർഗത്തിലുള്ള ആ 2 നദികളാണ്. അത് ഈ ലോകത്ത് വെച്ച് നമുക്ക് കാണാൻ കഴിയാത്ത നദികളാണ്. അത് ഹദീസിൽ വന്നതാണ്. വല്ലാഹിറാനി വനഹർ അൽബ, 2 നദികൾ, 2 സ്വർഗത്തിലുള്ളതാണ്, 2 ഈ ദുന്യാവിൽ നീൽ ഫുറാത്ത് എന്ന് പറയുന്ന 2 നദികൾ ഈ പറയുന്ന ദുന്യാവിൽ വെച്ച് നമുക്ക് കാണുന്നതുമാണ്. ഈ ദുന്യാവിൽ വെച്ച് നമ്മൾ കാണുന്ന 2 നദികളും. അപ്പം ഈ 4 നദികൾ, നീൽ ഫുറാത്ത് എന്ന് പറയുന്ന ഈ 2 നദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിക്കപ്പെട്ടു. അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? ഒന്നിരിക്കൽ വസയകൂനു അഹ്ലുഹാ ഹമലത്തൽ ഇസ്ലാമി ജീലം ബഅദ ജീൽ. നീൽ ഫുറാത്ത് എന്ന് പറയുന്ന മിസ്ർ, ഈജിപ്ത്, സുഡാൻ ഈ പറയുന്ന പ്രദേശത്തിലുള്ള ആളുകൾ ഓരോ തലമുറകളുടെ ശേഷവും വീണ്ടും വരുന്ന തലമുറകളൊക്കെ ഇസ്ലാമിൻ്റെ ആളുകളും വക്താക്കളുമാകും എന്നുള്ളതിൽ സൂചനയാവാം. വലൈസ മാനാഹു, അതല്ലാതെ അത് സ്വർഗത്തിൽ നിന്ന് പൊട്ടി ഒഴുകുകയാണ് എന്ന് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലാഹു അലം, അതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിനെ അറിയുകയുള്ളൂ. വറഅ മാലിക് ഖാസിനന്നാർ, നരകത്തെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ വെച്ച് കണ്ടു. നരകത്തെ എൻ്റെ കാവൽക്കാരനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം. വഹുവ ലാ യദ്ഹക്, അദ്ദേഹം ചിരിക്കുന്നേയില്ല. വലൈസ അലാ വജ്ഹിഹി ബിശ്റുൻ വബശാശ, ഒരു പ്രസന്നതയോ ഒരു സന്തോഷമോ അദ്ദേഹത്തിൻ്റെ മുഖത്തില്ല തന്നെ. മറ്റു ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്രയിൽ ഞാൻ ഒരുപാട് മലക്കുകളെയും മനുഷ്യരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരാളെ മാത്രം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരി പോലുമില്ലാതെ, ഒരു ചിരിയുമില്ലാതെ, ഒരു പ്രസന്നതയില്ലാത്ത നിലക്ക് ഒരാളെ ഞാൻ കണ്ടല്ലോ. അതാരാണ്? വളരെ വിരൂപമായി പേടിപ്പെടുത്തുന്ന രൂപത്തിൽ ഒരാളെ കണ്ടു. അതാരാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് നരകത്തിനെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ പേര് ഖുർആനിൽ വന്നിട്ടുണ്ട്. വനാദു യാ മാലികു ലിയഖ്ളി അലൈനാ റബ്ബുക്. നരകനിവാസികളായ ആളുകൾ കഠിനമായ ആ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് നരകത്തെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയും, മാലിക് ലിയഖ്ളി അലൈനാ റബ്ബുക്, നിങ്ങളുടെ റബ്ബ് ഞങ്ങളിന്ന് മരിപ്പിച്ചു കൊള്ളട്ടെ. അദ്ദേഹത്തിനോട് പറയുന്നു, ഖാല ഇന്നക്കും മാകിസൂൻ, ഒരു ദയെ, ഒരു വാത്സല്യവും ഒരു കരുണേ, ഒരു കണ്ണുചോരെ ഒന്നും തന്നെ ഇല്ലാതെ അതിന് മാത്രം കൊല്ലങ്ങൾ കത്തിയെരിഞ്ഞ് കഷ്ടപ്പെട്ട് ദുരിതം സഹിച്ച നരകനിവാസികൾ ഇങ്ങനെ വിളിച്ചു കേഴുമ്പോൾ വിലപിക്കുമ്പോൾ അദ്ദേഹം അവർക്ക് കൊടുക്കുന്ന മറുപടി ഇന്നക്കും മാകിസൂൻ, കാലാകാലം നിങ്ങൾ ഈ നരകത്തിൽ താമസിക്കേണ്ടവരാണ്. ഒരു ദയയിൽ, ഒരു വിട്ടുവീഴ്ചയിൽ, ഒരു അഡ്ജസ്റ്റും ഇല്ലാതെ ഇന്നക്കും മാകിസൂൻ എന്ന് പറയുന്ന. അപ്പം അദ്ദേഹത്തിന് ഒരു ചിറിയോ പ്രസന്നതയോ മുഖത്തൊരു തെളിയോ ഇല്ലാതെ കണ്ടു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അത് മാലിക്കാണ്. അദ്ദേഹം നരകത്തെ സൃഷ്ടിച്ച അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ രൂപം ഇങ്ങനെയാണ്. അന്ന് മുതൽ അദ്ദേഹം ചിരിച്ചിട്ടില്ല. വളരെ മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ഷിദാദുൻ എന്ന് പറയുന്നു. പരുപരുത്ത ശക്തരായ മലക്കുകളാണ് നരകം കൈകാര്യം ചെയ്യുന്നത് എന്ന് കായത്തുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ ആ രൂപത്തിലാണ് അദ്ദേഹം. വകദാലിക റഅ അൽ ജന്നത വന്നാർ, നരകത്തെയും സ്വർഗത്തെയൊക്കെ യാത്ര വെച്ച് കണ്ടിരുന്നു. വറഅ അകലത അംവാലിൽ യതാമാ ദുൽമൻ, അക്രമപരമായി അനാഥരായ കുട്ടികളുടെ സമ്പത്ത് ഹറാമായ നിലക്ക് കഴിക്കുന്ന ആളുകളെ കണ്ടിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ വെച്ച് അംവാലിൽ യഥാമാ ദുൽമൻ, അക്രമപരമായിട്ട് അനാഥകളുടെ സമ്പത്ത് കഴിക്കുന്ന ആളുകൾ യതീംഖാനകളും പോലത്തൊക്കെ ഉണ്ടാക്കിയിട്ട് സേവനാണ് എന്ന് പ്രത്യക്ഷത്തിൽ പറയുകയും ആ കുട്ടികളുടെ പേരിൽ സമ്പാദിക്കുന്ന ആളുകളിൽ നിന്ന് വാങ്ങുന്ന സമ്പത്തുകൾ അന്യായമായി ഹറാമാനർക്കൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനത്തെ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ലഹും മശാരിഫു കമശാരിഫിൽ ഇബിൽ, ഒട്ടകങ്ങളുടെ തേറ്റകൾ പോലെ വലിയ വിശാലമായ അതിൻ്റെ വായും പല്ലും അതുപോലത്തതുണ്ട് ആളുകൾക്ക് ശിക്ഷയായിക്കൊണ്ട്. എന്നിട്ട് യഖ്ദിഫൂന ഫി അഫ്വാഹിഹിം ഖിത്അൻ മിൻ നാർ, തീയിൻ്റെ വലിയ കട്ടകൾ അവരുടെ വായിലേക്ക് ഇട്ടിട്ട് ഫതഖ്റുജു മിൻ അദ്ബാരിഹിം, അത് ചവക്കുകയും പിന്നീട് ആ തീക്കണലുകൾ അവരുടെ മലദ്വാരത്തിൽ കൂടെ പുറത്തേക്ക് പോരുകയും ചെയ്യുന്ന ദയനീയമായ അവസ്ഥ കണ്ടു. വറഅ അകലത്ത റിബ, അതേപോലെ പലിശ ഭക്ഷിക്കുന്ന ആളുകളെ കണ്ടു. ലഹും ബുത്തൂനുൻ കബീറ, വലിയ വയറുകളുണ്ട് അവർക്ക്. ലാ യഖ്ദിറൂന ലി അജലിഹാ അൻ യതഹവ്വലു അൻ മകാനിഹിം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാനോ പോകാനോ അവർക്ക് ആ വലിയ വലിയ വിശാലമായ വയറുകൾ കാരണം കഴിയാത്തവർ. ഇന്നമാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം നാറൻ എന്നാണ്. പലിശ ഭക്ഷിക്കുന്ന ആളുകൾ അവരുടെ വയറുകളിലേക്ക് കൊണ്ടുപോയി നടക്കുന്നത് തീയാണ് എന്ന് പറഞ്ഞ് അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എണീക്കാൻ കഴിയാതെ പൈശാചികമായ അസുഖങ്ങളും കാര്യങ്ങളുമുള്ള ആളുകളെ പോലത്തെ അവസ്ഥയാണ് എന്നൊക്കെ ആയാത്തുകളിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അവർക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാൻ കഴിയുന്നില്ല വയറിൻ്റെ വലിപ്പം കാരണം. വയമുറു ബിഹിം ആലു ഫിർഔന ഹീന യുറദൂന അലൻ നാരി ഫയതഊനഹും, ഫിർഔനും അവൻ്റെ ആളുകളെ നരകത്തിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ഈ ആളുകളുടെ സമീപത്തു കൂടെ പോയി ഇവരെ ചവിട്ടി വരതി പ്രയാസപ്പെടുത്തുന്ന ഈ ഒരവസ്ഥകൾ അന്ന് കണ്ടു. വറ അസുനാത്ത, അതേപോലെ തന്നെ വ്യഭിചാരിണികൾ, വേശ്യകളായ സ്ത്രീകൾ, ബൈന ഐദീഹിം ലഹ്മുൻ സമീനുൻ തയ്യിബൻ, അവരുടെ മുന്നിൽ വളരെ നല്ല കടിച്ചു കൊഴുത്ത മാംസങ്ങൾ വിഭവങ്ങളുണ്ട്. ഇലാ ജംബിഹി ലഹ്മുൻ ഗസ്സുൻ മുൻതുൻ, ദുർഗന്ധമുള്ള ദുഷിച്ച നാറിയ മറ്റു വിഭവങ്ങൾ മാംസവും മറ്റും അപ്പുറത്തുമുണ്ട്. യഅ്കുലൂന മിനൽ ഗസ്സി അൽ മുൻതിൻ, ദുർഗന്ധമുള്ള ഈ വെറുപ്പും മറപ്പുമുള്ള അതാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഉത്തമമായ നല്ലത് കൊഴുത്തതും നല്ലതും വിഭവസമൃദ്ധമായ മറ്റുള്ളത് അവർ കഴിക്കാൻ കഴിയാതെ ഒഴിവാക്കി മാറ്റിവെക്കുകയാണ്. ഇവിടെ ഹലാലായ വിവാഹങ്ങളും കാര്യങ്ങളും അത് ചെയ്യാതെ ഹറാമിലേക്ക് പോകുന്ന അവർക്ക് ശിക്ഷ എന്നോണം അല്ലാഹു വിളിച്ച് നൽകിയത്. വറ അന്നിസാ അല്ലാത്തി യുദ്ഖിൽന അലൽ റിജാലി മൻ ലൈസ മിൻ ഔലാദിഹിം, അതേപോലെ വ്യഭിചരിച്ചിട്ട് ഭർത്താക്കന്മാർ അറിയാതെ വ്യഭിചാരം നടത്തി ഉണ്ടാകുന്ന കുട്ടികളെ ഇത് നിങ്ങളതാണ്, ഈ കുടുംബത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് വഞ്ചിക്കുന്ന സ്ത്രീകൾ. റആഹുന്ന മുഅല്ലഖാത്തിൻ ബിസദിയിഹിൻ, അവരുടെ സ്ഥലങ്ങളിൽ കയറുകൾ കൊണ്ട് കമ്പികൾ കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട നിലക്ക് അവരെ കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ശിക്ഷ വറഅ ഈറൻ മിൻ അഹ്ലി മക്കത്ത ഫിൽ ഇയാബി വസ്സഹാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഷാമിലേക്ക് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോകുന്ന സമയത്ത് മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന മക്കക്കാരായ ആളുകളുടെ ഒട്ടകക്കൂട്ടങ്ങളെയും യാത്രാ സംഘത്തിനെയും ഈ യാത്രയിൽ വെച്ച് കണ്ടിരുന്നു. രാത്രി സമയത്ത് അങ്ങോട്ട് പോകുമ്പോഴും ആ പറയുന്ന കച്ചവട സംഘം മടങ്ങി വരുന്നതും അങ്ങോട്ട് പോകുന്ന സംഘങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്നു. അങ്ങനെ വഖദ് ദല്ലഹും അലാ ബഈരിൻ നദ്ദലഹും, ആ യാത്രാ സംഘത്തിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോയ ഒരു ഒട്ടകണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങളുടെ ഒട്ടകമത കൂട്ടം തെറ്റി പോകുന്നു എന്നുള്ളത് അവർക്ക് വിവരം കൊടുത്തിരുന്നു പോകുമ്പോൾ. വശരിബമാ അഹും മിൻ ഇനാഇൻ മുഗത്തൻ വഹും നായിമുൻ, അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരെ മൂടി വെച്ചൊരു പാത്രത്തിൽ വെള്ളം അവിടുന്ന് എടുത്ത് കുടിച്ചിരുന്നു പ്രവാചകൻ. ഇതൊക്കെ അവർക്ക് തെളിവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ തിരിച്ചു വന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഖുറൈശികളായ ആളുകൾക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ വഖദ് സ്വാറ ദാലിക ദലീലൻ അലാ സുദ്ഖി ദഅവാഹു ഫീ സബാഹി ലൈലത്തിൽ ഇസ്രാഇന്റെ ആ രാത്രി, ആ പകല് പ്രവാചകൻ മക്കയിൽ വന്ന ആളുകളോട് പറഞ്ഞു, ഇന്നലെ രാത്രി ഇങ്ങനെ യാത്ര എനിക്കുണ്ടായിരുന്നു. ആ യാത്ര ഞാൻ പോകുന്ന 1 മാസത്തെ വൈദൂരാണ് മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക്, അങ്ങോട്ട് തിരിച്ചൊരു മാസം. അതാണ് ഒരൊറ്റ രാത്രിയിൽ സംഭവിച്ചു എന്ന് പറയുന്നത്. എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയൂല. അപ്പോൾ ഖുറൈശികളോട് പറഞ്ഞു, ഞാൻ ഈ യാത്രയിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ കച്ചവട സംഘം ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരെ ഒട്ടകം ആ കൂട്ടം തെറ്റിയിട്ട് ഞാൻ അവർക്ക് അതിനെക്കുറിച്ച് വിവരം കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടു പോകുന്ന സമയത്ത് ഇന്ന സ്ഥലത്തുണ്ട് നിങ്ങൾ ഒട്ടകം എന്നുള്ളത്. അവരുടെ വെള്ളപാത്രത്തിൽ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട് അവരുറങ്ങുന്ന സമയത്ത്. ഇതൊക്കെ ഇവരോട് വന്ന് പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫലമ്മ അസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖൗമിഹി, നേരം പുലർന്ന സമയത്ത് തൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് പ്രവാചകൻ. അങ്ങനെ ഖുറൈശികൾ ജനങ്ങൾ അടുത്ത് വന്നു. അഖ്ബറഹും ബിമാ അറാഹുല്ലാഹു അസ്സ വജല്ല മിൻ ആയാതിഹിൽ കുബ്ര, അല്ലാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തത് അവരോട് വന്ന് പറഞ്ഞു. ഫശ്തദ്ദ തക്ദീബുഹും ലഹു വഅദാഹും വളറാവതുഹും അലൈഹി, അപ്പോൾ ഏറെ അവർ പ്രവാചകനെ കളവാക്കി. ഒരിക്കലും നടക്കാത്തൊരു കാര്യം, കളവാണ് പറയുന്നത്.
ഒരു മാസത്തെ വൈദൂരം ഇങ്ങോട്ടുള്ളത് 8 രാത്രി അവിടെ പോയി വന്നു, പിന്നെ അതിൻ്റെ പുറമെ ആകാശത്തിലൊക്കെ കയറി എന്ന് പറഞ്ഞു. എന്നാൽ നീ പറയുന്നത് സത്യമാണ് എന്നുണ്ടെങ്കിൽ ബൈത്തുൽ മഖ്ദിസിന്റെ രൂപം എങ്ങനെ, അതിൻ്റെ തൂണുകളും അതിൻ്റെ കവാടങ്ങളും അതിൻ്റെ പരിസരങ്ങളും അതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഫജലാഹുല്ലാഹു ലഹു, ബൈത്തുൽ മഖ്ദിസിന് അള്ളാഹു പ്രവാചകന് വെളിവാക്കി കൊടുത്തു. ഹത്താ ആയനഹു, അതിനെ കണ്ടു. ഫതഫിക യുഖ്ബിറുഹും ആയാതി, അതിൻ്റെ കവാടം ഇന്നത് ഈ ഭാഗത്താണ്, അതിലുള്ള തൂണുകൾ ഇങ്ങനെയാണ്, അതിലേക്കുള്ള പ്രവേശന ഭാഗങ്ങൾ ഇങ്ങനെയാണ്, ഓരോന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. വലാ യസ്തതിഊന അൻ യറുദ്ദു അലൈഹി ഷൈആ, പ്രവാചകൻ പറഞ്ഞത് ഒന്നും തള്ളാനാണെങ്കിൽ അവർക്കൊരു കഴിയുന്നില്ല. ഒക്കെ ശരിയാണ്, സത്യമാണ്. അങ്ങോട്ട് പോകുന്ന സമയത്തും തിരിച്ചു പോരുമ്പോഴും അവരുടെ യാത്രാ സംഘത്തിൻ്റെ വിവരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. എപ്പോഴാണ് ആ യാത്രാ സംഘം മക്കയിലെത്തുക എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുത്തു. അഖ്ബറഹും അനിൽ ബഈരില്ലദീ യഖ്ദുമുഹ, മുന്നിലുള്ള ഒട്ടകം അതിൻ്റെ അടയാളം ലക്ഷണം ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. വകാനൽ അംറു കമാ ഖാൽ, വിവരങ്ങളൊക്കെ റസൂൽ പറഞ്ഞതുപോലെയായിരുന്നു. പക്ഷെ അതൊക്കെ അവർ ഈ പറയുന്ന ദഅവത്തിൽ നിന്നും പ്രവാചകൻ അകറ്റാണ് അവരെ ചെയ്തത്. അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഖുറൈശികൾ പറഞ്ഞു, ഞങ്ങൾ നിന്നോട് ഒരു പുതുമുള്ളൊരു കാര്യം പറയട്ടെ. നിന്റെ കൂട്ടുകാരൻ ഇത്രയും കാലം പലതും പറഞ്ഞു നടന്നിരുന്നു, പക്ഷേ ഇന്നലെ രാവിലെ ഞങ്ങളോട് പറഞ്ഞ വിവരം എന്താണെന്ന്, അവൻ ഇന്നലെ രാത്രി മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി തിരിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതല്ല, അവിടെ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തിൽ പോയി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ അങ്ങനെയും അവൻ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി 7 ആകാശം യാത്ര ചെയ്ത് സഞ്ചരിച്ച് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സംഭവത്തിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ പേര് സിദ്ദീഖ് എന്ന് ആ പേരിന് അദ്ദേഹം അർഹനായി. അല്ലാഹുവിൻ്റെ റസൂൽ എന്തേ പറഞ്ഞു, അതിൽ നമ്മുടെ മനസ്സിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുമോ, സ്വീകരിക്കാൻ കഴിയുമോ, അത് നമുക്ക് താങ്ങാൻ കഴിയുമോ ഇല്ലേ? ആ നോട്ടൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെങ്കിൽ അതിലൊരു സംശയവുമില്ല, അത് സത്യമാണ്. അദ്ദേഹം പൂർണ്ണമായ നിലയ്ക്ക് ഈ സംഭവത്തിനെ അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായി, സത്യപ്പെടുത്താൻ തയ്യാറായി. ആളുകൾ പലരും ഇത് കളവാണ്, ഇതൊന്നും നടക്കാത്തതാണ് എന്ന് പറഞ്ഞ് വിമർശിച്ച സമയത്ത് അങ്ങനെയാണ് അന്ന് മുതലാണ് അദ്ദേഹം സിദ്ദീഖുൽ ഉമ്മ എന്ന പേരിൽ അറിയപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാത്രൻ്റെ പിന്നിലുള്ള ഹിക്മത്ത്, ലക്ഷ്യം എന്താണ് എന്നുള്ളത് സൂറത്തുൽ ഇസ്രായിൽ പറയുന്നു. ലിനുരിയഹു മിൻ ആയാതിനാ, അള്ളാഹുവിൻ്റെ അപാരമായ ദൃഷ്ടാന്തങ്ങൾ ഈ പ്രവാചകന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നേർക്ക് നേരെ കണ്ണുകൊണ്ട് കണ്ട് ഐനുൽ യഖീൻ, ഈമാൻ അത് പൂർണ്ണമായി ഭദ്രമായി ഉറപ്പായി, എന്ത് തന്നെ പരീക്ഷണങ്ങളും വിമർശനങ്ങളും വന്നാലും എത്ര എതിർപ്പുകൾ വന്നാലും നേർക്ക് നേരെ കണ്ണുകൊണ്ട് കണ്ട ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ ആദർശത്തിൽ നിന്ന് അണുയുടെ ഒരു നിലക്കും വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാനുള്ള കഴിവും ഒരു പ്രാപ്തിയും നേടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്മാർക്ക് നൽകുന്ന ആദരവുകളാണ്. അല്ലാഹു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും ഇതുപോലെ മലക്കൂത്തു സമാവാതി വൽ അർള് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിരുന്നു. ആകാശമിലെ ചക്രവാളത്തിൻ്റെ അല്ലാഹുവിൻ്റെ ഈ സംവിധാനങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുത്തിരുന്നു. വലിയകൂന മിനൽ മൂഖിനീൻ, അല്ലാഹു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈമാനിൽ യഖീന് വരാൻ വേണ്ടി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പലതും കാണിച്ചു കൊടുത്തിരുന്നു. തൂർ സീനാ പർവ്വതത്തിൻ്റെ അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു നേർക്ക് നേരെ അദ്ദേഹത്തിനോട് സംസാരിച്ചു. വകല്ലമ അല്ലാഹു മൂസ തക്ലീമ, അതിനും അല്ലാഹു പറഞ്ഞു ലിനുരിയഹു മിൻ ആയാതിനൽ കുബ്ര, അല്ലാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങൾ ആ പ്രവാചകന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ദഅവത്തിൽ ഇത്ര വലിയ കട്ടിയുള്ള ഉറച്ച ഈമാനുമായി മുന്നോട്ട് പോകുമ്പോൾ ഏത് തന്നെ തടസ്സങ്ങളും പ്രതിസന്ധികളും എതിർപ്പുകളും വരുമ്പോഴും അതിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാൻ പ്രാപ്തമാക്കുന്ന നിലക്കുള്ള അല്ലാഹുവിൻ്റെ തെളിവുകൾ. വലിയകൂന മിനൽ മൂഖിനീൻ, വളരെ ഉറപ്പും യഖീനുമുള്ള ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവരാവാൻ വേണ്ടിയിട്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മറ്റുള്ള പല പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്ത കാര്യങ്ങളാണ്. അവരുടെ ഈമാനിൽ, ആദർശത്തിൽ അതിയായ ശക്തമായ നിലപാടോടുകൂടെ അവർ മുന്നോട്ട് പോവാൻ വേണ്ടി ഈ പറയുന്ന ഇസ്രായേൽ, ഈ പറയുന്ന യാത്രയിലും ഈ സഞ്ചാരത്തിലൊക്കെ ഇതല്ലാത്ത പലജാതി ഹിക്മത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ കാണിച്ചിട്ടും വെച്ചിട്ടുമുണ്ട്. കാരണം മക്കയിലും ത്വായിഫിലുമൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തുമായി പ്രവാചകൻ പോകുന്ന സമയത്ത് സ്വീകരിക്കാൻ ആളുകളില്ലാതെ സ്വാഭാവികമായിട്ടും ഒരു മാനുഷികമായ നിലക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും നേരിടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആദർശത്തിൽ മുന്നോട്ട് പോകാൻ ഇതുപോലത്തെ ദൃഷ്ടാന്തങ്ങളും അള്ളാഹുവിൻ്റെ കഴിവുകളും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഇതുപോലത്തെ കാര്യങ്ങളും പ്രവാചകന്മാർക്ക് അവൻ കാണിച്ചു കൊടുക്കുക. അവൻ്റെ ഔലിയാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്കും
സിദ്ഖോടുകൂടെ ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിൻ്റെ ദീനിൽ മുന്നേറുമ്പോൾ മുഅ്മിനീങ്ങളായ അവൻ്റെ അടിമകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആദർശത്തിൽ നിലനിന്ന് പോകാൻ ഇതുപോലത്തെ ചില സഹായങ്ങളും ഇതുപോലത്തെ ചില ആദരവുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സമയത്ത് പ്രതീക്ഷിക്കാത്ത ചില സഹായങ്ങൾ, അതേപോലെ തന്നെ മാനസികമായി സങ്കടത്തിലും സംഘർഷത്തിലും പോകുന്ന സമയത്ത് സമാധാനിപ്പിച്ചുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ, സംഭവങ്ങൾ, വിവരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് നൽകും. അവരുടെ ദീനിലും ആദർശത്തിലും അടിയുറച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി. അങ്ങനെയാണ്. അതല്ലെങ്കിൽ പല ജാതി തടസ്സങ്ങളും വിമർശനങ്ങളും എതിർപ്പുകളും വരുമ്പോൾ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകാൻ അവൻ്റെ അടിമകൾക്ക് നൽകും. പ്രവാചകന്മാർ അതിലെ ഏറ്റവും ഉന്നതമായ പദവിയിലാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇതുപോലത്തെ അതിമഹത്തായ ആദരവുകളും സഹായങ്ങളും സംരക്ഷണങ്ങളും നൽകും. ഈ പറയുന്ന ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ ഉടനെ വളരെ കുറഞ്ഞ അടുത്ത മാസങ്ങൾക്ക് ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുക എന്ന് പറയുന്നു. അവിടുത്തെ ദഅവത്തിൻ്റെ ഒരു ഘട്ടം, മക്ക കാലഘട്ടം അത് തീർന്ന് പിന്നീട് വിജയത്തിൻ്റെ ഒരു രാജ്യവും ഒരു സംവിധാനവും ഒരു സംരക്ഷണവും ഈ ഉപദ്രവിച്ച് ആക്രമിച്ച ഖുറൈശികൾ മുശ്രിക്കീങ്ങളുടെ മുന്നിൽ ശ്രീലിതനായി ആ പറയുന്ന മക്കയുടെ പോലും ആധിപത്യവും അധികാരവും ലഭിച്ചുകൊണ്ട് തിരിച്ചു വരാൻ പറ്റുന്നൊരു സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ ഒരുക്കി കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് പാഠമായി സ്വീകരിക്കാനുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മോട് കൽപ്പിച്ച അവൻ്റെ ദീനിൽ നമ്മൾ അതിൽ അടിയുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വിമർശനങ്ങൾ, എതിർപ്പുകൾ, പരീക്ഷണങ്ങൾ, തടസ്സങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മൾ നേരിടേണ്ടി വരും. അത് വരുന്ന സമയത്ത് പൂർണ്ണമായി അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹുവിൻ്റെ ദീനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് വിജയത്തിനും രക്ഷപ്പെടാനും സമാധാനത്തിനും സുരക്ഷയോടുകൂടെ അള്ളാഹുവിൻ്റെ ദീനുമായി മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങൾ അവൻ ഒരുക്കിത്തരും. അതിൽ നമ്മൾ ഈ പ്രവാചകന്മാരെ മാതൃകയാക്കുകയും അവർ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുകയും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് പരിഹാരം. നേരെ മറിച്ച് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ അതിൽ നിന്ന് വ്യതിചലിക്കുകയും ശത്രുക്കൾക്ക് കൈകൊടുക്കാൻ പോവുകയും ചെയ്താൽ അവൻ്റെ ദീനിലും ദുന്യാവിലും അവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാന്മാരായ പ്രവാചകന്മാരെ മാതൃകയാക്കി ഈ ദീനിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. هذا وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك. صلى الله وسلم وبارك.